Namaste. We, Lucinda and Rohit Shajan Kolamkani, very proudly introduce you to this premier institution. Come, let's embark on this journey towards academic excellence. മനുഷ്യനിൽ സ്വതവേയുള്ള പരിപൂർണതയുടെ ആവിഷ്കാരമാണ് വിദ്യാഭ്യാസം എന്ന് വിവേകാനന്ദ സ്വാമികൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ആ പരിപൂർണതയെ സാക്ഷാത്കരിക്കുക എന്നതാണ് ജീവിത ലക്ഷ്യമെന്ന് കാലങ്ങൾക്ക് മുൻപേ തന്നെ ലോകത്തോട് ഉദ്ഘോഷിച്ച മഹാമനീഷിയാണ് ആദി ശങ്കരാചാര്യ സ്വാമികൾ. അദ്ദേഹത്തിൻ്റെ ജന്മം കൊണ്ട് പാവനമായ പുണ്യഭൂമിയാണ് പെരിയാറിൻ്റെ തീരപ്രദേശത്തായി സ്ഥിതി ചെയ്യുന്ന കാലടി. എല്ലാ ജീവജാലങ്ങളെയും അദ്വൈത സിദ്ധാന്തത്തിൻ്റെ വെളിച്ചത്തിൽ രണ്ടല്ല എന്ന് കാണുവാൻ പഠിപ്പിച്ച ആചാര്യസ്വാമികളുടെ ദീർഘദർശനങ്ങളും തത്വചിന്തകളും മാറ്റൊലികൊള്ളുന്ന കാലടി കേരളത്തിലെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ്. അതോടൊപ്പം തന്നെ ആചാര്യഭഗവത് പാദരുടെ വിജ്ഞാന ചിന്താധാരകളെ പിന്തുടർന്നുകൊണ്ട് അനേകം വിദ്യാലയങ്ങളും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. അവയിൽ ഏറ്റവും പഴക്കം ചെന്നതും പ്രൗഢവുമായ സ്ഥാപനമാണ് ശ്രീ ശങ്കര കോളേജ്. ഭാരതത്തിൻ്റെ സാംസ്കാരിക ഭൂപടത്തിൽ ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടിക്ക് അർഹിക്കുന്ന സ്ഥാനം നേടിക്കൊടുക്കുന്നതിൽ ശ്രദ്ധേയമായ പങ്കുവഹിച്ച ആഗമാനന്ദ സ്വാമികളാണ് ഈ കോളേജിൻ്റെ സ്ഥാപകർ. കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് കൂടിയാണ് അദ്ദേഹം. സനാതനധർമ്മ വിദ്യാർത്ഥി സംഘം രൂപീകരിച്ചതും അദ്ദേഹം തന്നെ. സ്വാമികളുടെ ദീർഘവീക്ഷണത്താലും അനുഗ്രഹത്താലും കോളേജ് മികവിൻ്റെ ഔന്നത്യങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ്. ശൃംഗേരി ശ്രീ ശാരദാപീഠം ജഗദ്ഗുരു ശ്രീ ശ്രീ ഭാരതീതീർത്ഥ മഹാസ്വാമികളുടെയും ശ്രീ ശ്രീ വിധുശേഖര ഭാരതി മഹാസ്വാമികളുടെയും സാരഥ്യത്തിലും സംരക്ഷണയിലുമാണ് ഇന്ന് ശ്രീ ശങ്കര കോളേജ് വിജ്ഞാനോപാസനയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. 1954 ഈ കലാലയത്തിൻ്റെ തുടക്കം. കൊച്ചി മഹാരാജാവിൻ്റെയും മറ്റു പ്രമുഖ വ്യക്തിത്വങ്ങളുടെയും സാന്നിധ്യത്തിൽ തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് 1953 ഓഗസ്റ്റ് 28 കോളേജിൻ്റെ ശിലാസ്ഥാപനം നടത്തിയത്. കലാലയ ജീവിതം വ്യക്തിത്വ വികാസത്തിൻ്റെ യഥാർത്ഥ സമയമാണ്. വിദ്യാർത്ഥികളുടെ കഴിവ് വർദ്ധിപ്പിക്കുന്ന, പ്രധാന കാര്യങ്ങളിൽ അവബോധം നൽകുന്ന പഠനരീതിയോടൊപ്പം സാമൂഹികമായ ഉന്നമനവും ലക്ഷ്യമിടുന്ന ഈ കലാലയം എല്ലാ മേഖലകളിലും ഉന്നത വിജയം കൈവരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ നാക് വിലയിരുത്തലിൽ B++ ഗ്രേഡ് കരസ്ഥമാക്കിയതും അതുകൊണ്ട് തന്നെ. കുട്ടികൾക്കെന്നും വഴികാട്ടികളാവുന്ന യോഗ്യരായ അധ്യാപകർ ശങ്കരയുടെ ചരിത്രം കാത്തുസൂക്ഷിക്കുന്നു. വിദ്യാർത്ഥികളുടെ പരിപൂർണ പങ്കാളിത്തമില്ലാതെ ഈ വിജയം സാധ്യമാവുമായിരുന്നില്ല. ഇതെല്ലാം പുതിയ വിദ്യാർത്ഥികൾക്ക് നല്ല പ്രചോദനം നൽകട്ടെ. കലാപരവും പാഠ്യേതരവുമായ വിഷയങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുന്ന ഇവിടം നിങ്ങൾക്കായുള്ള ഒരു ഉത്തമ വേദി കൂടിയാണ്. ഇത്രയും ഹരിതാപ നിറഞ്ഞൊരു ക്യാമ്പസ് കേരളത്തിൽ തന്നെ വളരെ വിരളമാണ്. കുട്ടികൾക്ക് വേണ്ടി മിതമായ നിരക്കിൽ ഭക്ഷണം ലഭ്യമാക്കുന്നതിനായി വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന വിശാലമായൊരു ക്യാൻറ്റീനും നമ്മുടെ കോളേജിലുണ്ട്. കുട്ടികൾക്ക് ആവശ്യമായ ഏത് വിഷയത്തെപ്പറ്റിയും ആഴത്തിൽ പഠിക്കുവാൻ സഹായിക്കുന്ന ഉന്നത നിലവാരത്തിലുള്ള മികച്ച ഒരു ലൈബ്രറി നമ്മുടെ കോളേജിലുണ്ട്. അത് നിങ്ങളുടെ അറിവിനെ എന്നും വിപുലീകരിക്കട്ടെ.
കുട്ടികളുടെ വ്യക്തിത്വ വികാസം പൂർണ്ണമാക്കുന്ന തരത്തിലുള്ള ക്ലബ് പ്രവർത്തനങ്ങൾ, NSS, NCC ഗ്രൂപ്പുകൾ, കലാകായിക പ്രവർത്തനങ്ങൾ ഇവയെല്ലാം ശങ്കര കോളേജിനെ എന്നും മികവുറ്റതാക്കുന്നു. കായിക മേഖലയിൽ ശങ്കര കോളേജ് കൈവരിച്ച നേട്ടങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. കൂടുതൽ ആത്മവിശ്വാസം പകരുന്നതും കുട്ടികൾക്ക് ആരോഗ്യപരമായി സമയം ചിലവഴിക്കുവാൻ സഹായിക്കുന്നതുമായ ഔട്ട്ഡോർ കായിക വിനോദങ്ങൾക്കായുള്ള മൈതാനങ്ങളും മികച്ച ഒരു ഇൻഡോർ സ്റ്റേഡിയവും കൂടാതെ ഒരു ജിംനേഷ്യവും കോളേജിലുണ്ട്. ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പുതിയ ആശയങ്ങളും പദ്ധതികളും ഫലപ്രദമായി നടപ്പാക്കുവാൻ ഏവരുടെയും പൂർണ്ണ സഹകരണം ആവശ്യമാണ്. കാലത്തോടൊപ്പം സഞ്ചരിച്ച് രാഷ്ട്രഹിതത്തിനായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ നല്ല സമൂഹം കെട്ടിപ്പടുക്കുക എന്ന വീക്ഷണത്തിലാണ് ഈ വിദ്യാലയം പ്രവർത്തിക്കുന്നത്. മാറുന്ന തൊഴിൽ മേഖലയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുകയും അവരുടെ ജോലി സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതും കോളേജിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളാണ്. ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ മാത്രമാണ് കലാലയ ജീവിതം പൂർണ്ണമായി ആസ്വദിക്കുവാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ജീവിതത്തോട് കൂടുതൽ അടുത്തു നിൽക്കുക, കൂടുതൽ വ്യക്തികളെയും സാധ്യതകളെയും പരിചയപ്പെടുക, അതോടൊപ്പം സ്വയം രൂപപ്പെടുകയും വളരുകയും ചെയ്യുക. തൊഴിൽ സാധ്യതകളുള്ള പുതിയ കോഴ്സുകൾ, കുട്ടികളുടെ നൈപുണ്യ വികസനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ക്ലാസുകൾ, മികച്ച തൊഴിൽ പരിശീലനങ്ങൾ, പ്രമുഖ സ്ഥാപനങ്ങളുമായി സഹകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ എല്ലാം അധ്യയനപരമായും തൊഴിൽപരമായും കൂടുതൽ ഉയരങ്ങൾ കീഴടക്കുവാൻ വിദ്യാർത്ഥികളെ സഹായിക്കുന്നു. അത്യാധുനിക സംവിധാനങ്ങളുള്ള ലബോറട്ടറികൾ, നിത്യേനയുള്ള പരിശീലനങ്ങൾ എന്നിവ കുട്ടികളെ അതാത് വിഷയങ്ങളിലുള്ള അറിവ് വിപുലമാക്കുവാനും അതോടൊപ്പം തന്നെ തൊഴിൽ യോഗ്യരാകുവാനും സഹായിക്കുന്നു. മാറുന്ന ജോലി സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള പുതുപുത്തൻ ഉപകരണങ്ങളാണ് ഓരോ ലാബിലുമുള്ളത്. പഠിക്കുന്ന വിഷയവുമായി കൂടുതൽ അടുക്കുവാൻ ഇത് വിദ്യാർത്ഥികളെ സഹായിക്കുന്നു. അധ്യയന മികവിൻ്റെ കാര്യത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലെ വിജയകരമായ മുന്നേറ്റങ്ങളുടെ കാര്യത്തിലും ശ്രീ ശങ്കര കോളേജ് തുടർച്ചയായി രചിച്ചുകൊണ്ടിരിക്കുന്ന സുവർണ ചരിത്രത്തെ നിലനിർത്തുവാനും വിജയത്തിൻ്റെ പുതിയ അധ്യായങ്ങൾ എഴുതി ചേർക്കുവാനും ഓരോ വിദ്യാർത്ഥിക്കും കഴിയട്ടെ. ശ്രീ ശങ്കര കോളേജിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ മഹത്തായ കലാലയത്തെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നു. നമ്മുടെ പ്രിയങ്കരനായ സാരഥി പ്രിൻസിപ്പൽ ഡോക്ടർ എ സുരേഷ് നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. പ്രിയ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, അധ്യാപകരെ, സുഹൃത്തുക്കളെ, ഈ കലാലയത്തിൽ 2020-21 അക്കാദമിക വർഷത്തിൽ ബിരുദ വിഷയങ്ങളിലേക്ക് പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികളെ ഔപചാരികമായി സ്വാഗതം ചെയ്യുന്ന ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. എല്ലാ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം വിദ്യാർത്ഥികളെ അധ്യയനത്തിനായി ഈ കലാലയത്തിലേക്ക് പ്രത്യേകമായും സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും അറിയാവുന്നതുപോലെ കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ഈ മാധ്യമത്തിൽ കൂടി മാത്രമേ തൽക്കാലം നിങ്ങളോട് സംവദിക്കുവാൻ സാധിക്കുകയുള്ളൂ. സമയവും അവസരങ്ങളും ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല. 66 വർഷങ്ങളുടെ മഹത്തായ പാരമ്പര്യമുള്ള ഒരു വിദ്യാലയത്തിലേക്കാണ് നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. ഈ പാരമ്പര്യം എന്നത് കേവലം ക്ലാസ്സുകൾ എടുത്ത് പരീക്ഷ നടത്തി സർട്ടിഫിക്കറ്റുകൾ വാങ്ങിക്കൊടുക്കുക എന്ന സാധാരണ പാരമ്പര്യം മാത്രമല്ല, മറിച്ച് ഈ കോളേജിൻ്റെ സ്ഥാപകനായ ആഗമാനന്ദ സ്വാമികളുടെ ദീർഘദൃഷ്ടിയുടെയും ഇപ്പോഴത്തെ രക്ഷാധികാരികളായ ശൃംഗേരി ശ്രീ ശാരദാപീഠം ശ്രീ ഭാരതീ തീർത്ഥ സ്വാമികളും ശ്രീ വിധുശേഖര ഭാരതീ തീർത്ഥ സ്വാമികളും പിന്തുടർന്നു വരുന്ന അദ്വൈത ദർശനത്തിൻ്റെയും പാരമ്പര്യം കൂടിയാണ്. നമ്മുടെ രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് രാജ്യ തലസ്ഥാനമായ ന്യൂഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ്റെ നിബന്ധനകൾക്ക് വിധേയമായാണ് ഈ കോളേജും പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ ഈ കോളേജ് കോട്ടയത്ത് സ്ഥിതി ചെയ്യുന്ന മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയോടാണ് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ പാഠ്യപദ്ധതിയും പരീക്ഷാ നടത്തിപ്പും യൂണിവേഴ്സിറ്റിയുടെ നിയന്ത്രണത്തിലാണ്. അവയുടെ വിശദാംശങ്ങൾ നിങ്ങളുടെ അധ്യാപകർ വിശദമായി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഈ കോളേജ് MG യൂണിവേഴ്സിറ്റിയോട് അഫിലിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കോളേജുകളിൽ ഒരു ഫസ്റ്റ് ഗ്രേഡ് കോളേജാണ്. ഇവിടെ എയ്ഡഡ് സ്കീമിൽ 13 ബിരുദ പ്രോഗ്രാമുകളും 7 ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകളുമുണ്ട്.
സെൽഫ് ഫൈനാൻസിങ് സ്ട്രീമിൽ 2 ബിരുദ പ്രോഗ്രാമുകളും 2 ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകളുമുണ്ട്. കൂടാതെ UGC അംഗീകാരത്തോടെയുള്ള ദീൻ ദയാൽ ഉപാധ്യായ കൗശൽ കേന്ദ്രയുടെ 3 തൊഴിലധിഷ്ഠിത ബിരുദ പ്രോഗ്രാമുകളുമുണ്ട്. ഈ വിശദാംശങ്ങളെല്ലാം കോളേജിൻ്റെ വെബ്സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈ റെഗുലർ പ്രോഗ്രാമുകൾക്ക് പുറമെ മാനവ വിഭവശേഷി വകുപ്പിൻ്റെ നിർദ്ദേശമനുസരിച്ച് UGCയുടെ അംഗീകാരത്തോടെ നമ്മളിൽ അന്തർലീനമായിട്ടുള്ള വിവിധങ്ങളായ വൈദഗ്ധ്യങ്ങളെ പരിപോഷിപ്പിക്കാനുതകുന്ന വിവിധ സ്കിൽ പ്രോഗ്രാമുകൾ ഈ വർഷം മുതൽ നമ്മുടെ കോളേജിൽ തുടങ്ങുകയാണ്. അതുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ കോളേജ് വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചേർന്നിരിക്കുന്ന BA, BSc, BCom, BVoc പ്രോഗ്രാമുകൾക്ക് പുറമെ നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് ഇവയിൽ ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിപ്ലോമ പ്രോഗ്രാമുകൾക്ക് ചേർന്നുകൊണ്ട് നിങ്ങളുടെ ബിരുദ പഠനം കഴിയുന്നതിനോടൊപ്പം തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കാനുതകുന്ന സർട്ടിഫിക്കറ്റുകൾ കൂടി കരസ്ഥമാക്കാവുന്നതാണ്. കേരള സംസ്ഥാനത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരം കോളേജിൻ്റെ അധ്യയന സമയം രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയാണ്. നിലവിലുള്ള സാഹചര്യത്തിൽ ഇതേ സമയത്ത് ഓൺലൈനായിട്ടായിരിക്കും അധ്യയനം നടക്കുക. അക്കാര്യം നിങ്ങൾക്ക് അറിവുള്ളതാണ്. കോവിഡ് ഭീതി ഒഴിഞ്ഞ് വരുന്ന സാഹചര്യത്തിലും അധ്യയന സമയം ഇതുതന്നെയായിരിക്കും. ഓരോ ദിവസവും ഓരോ മണിക്കൂർ വീതമുള്ള 5 ക്ലാസ് അവേഴ്സ് ആയിരിക്കും ഉള്ളത്. വിശദമായിട്ടുള്ള സമയക്രമം നിങ്ങളുടെ അധ്യാപകർ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. യൂണിവേഴ്സിറ്റിയുടെ നിർദ്ദേശമനുസരിച്ച് അറ്റൻഡൻസ് വളരെ കർശനമായി തന്നെ രേഖപ്പെടുത്തുന്നതായിരിക്കും. ഒരു സെമസ്റ്ററിൽ കുറഞ്ഞത് 75% അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ പോലും സാധിക്കൂ. ഓരോ സെമസ്റ്ററിലും നിരന്തര മൂല്യനിർണ്ണയത്തിൻ്റെ ഭാഗമായി ഇൻ്റേണൽ പരീക്ഷകളും സെമിനാറുകളും അസൈൻമെൻറ്റുകളും മറ്റും അധ്യാപകർ സമയാസമയങ്ങളിൽ നടത്തുന്നതാണ്. അതുകൊണ്ട് കേവലം 75% അറ്റൻഡൻസ് എന്നതിലുപരി പരമാവധി മുഴുവൻ സമയവും ക്ലാസ്സിൽ ഹാജരാകുക എന്നത് അത്യന്തം പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഇൻ്റേണൽ മൂല്യനിർണ്ണയത്തിൻ്റെ മാർക്ക് യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് ലഭിക്കുന്ന മാർക്ക് അല്ലെങ്കിൽ ഗ്രേഡിനൊപ്പം കണക്കാക്കുന്നതാണ്. ഇതിൻ്റെ വിശദാംശങ്ങൾ കോളേജിൻ്റെ വെബ്സൈറ്റിൽ നിന്നും യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. കോവിഡ് ഭീതി ഒഴിഞ്ഞതിന് ശേഷം സാധാരണ രീതിയിലുള്ള ക്ലാസ്സുകൾ ആരംഭിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ ചില പ്രധാനപ്പെട്ട വസ്തുതകളുണ്ട്. നിങ്ങൾ ഇതേവരെ പരിചയിച്ചു വന്നിരിക്കുന്നതായ സ്കൂൾ പരിതസ്ഥിതിയിൽ നിന്നും തികച്ചും വിഭിന്നമായ അന്തരീക്ഷമാണ് കോളേജിൽ കാണുവാൻ സാധിക്കുക. ഇവിടെ നിങ്ങൾ കുറേ കൂടി സ്വതന്ത്രരാണ്. കാരണം നിങ്ങൾ കുറേ കൂടി കാര്യഗൗരവമുള്ള വ്യക്തികളായി പരിണമിച്ചിരിക്കുന്നു. അതിൻ്റേതായിട്ടുള്ള ഉത്തരവാദിത്വ ബോധവും അച്ചടക്കവും പക്വതയും നിങ്ങൾക്കുണ്ടായിരിക്കണം. അതാണ് ഒരു കോളേജ് വിദ്യാർത്ഥിയുടെ അന്തസ്സ്. നല്ലതിനെ ഉൾക്കൊള്ളാനും മോശപ്പെട്ടതിനെ തള്ളാനുമുള്ള ആർജവം നിങ്ങൾക്കുണ്ടായിരിക്കണം. സൗഹൃദങ്ങൾ ആരോഗ്യപരമായ സൗഹൃദങ്ങളായി നിലനിർത്തണം. അങ്ങനെയുള്ള സൗഹൃദങ്ങൾ മാത്രമേ ശാശ്വതമായി നിലനിൽക്കുകയുള്ളൂ. ഒരു തരത്തിലുള്ള ചൂഷണങ്ങൾക്കും നിങ്ങൾ മുതിരുകയോ വിധേയരാകുകയോ ചെയ്യരുത്. ആരോഗ്യപരമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഈ കോളേജിൽ അനുവദനീയമാണ്. എന്നാൽ അത് വ്യക്തികൾക്കോ സ്ഥാപനത്തിനോ സമൂഹത്തിനോ ദോഷകരമോ രാജ്യ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമോ ആകാൻ പാടുള്ളതല്ല. നമ്മുടെ ക്യാമ്പസിൽ മികച്ച ഒരു ലൈബ്രറി ഉണ്ട്. പൊതുവായിട്ടുള്ളതും എല്ലാ പാഠ്യവിഷയങ്ങളുമായി ബന്ധപ്പെട്ടതുമായ പുസ്തകങ്ങളുടെ വലിയൊരു ശ്രേണി തന്നെ നമ്മുടെ ലൈബ്രറിയിലുണ്ട്. കൂടാതെ അക്കാദമികവും ആനുകാലിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ ജേർണലുകളും നമ്മുടെ ലൈബ്രറി വരുത്തുന്നുണ്ട്. നിങ്ങളുടെ പഠന പ്രക്രിയയിൽ ലൈബ്രറിയുടെ ഉപയോഗം പരമപ്രധാനമാണ്. മാത്രമല്ല ഒഴിവു സമയങ്ങൾ വളരെ കാര്യക്ഷമമായി നിങ്ങൾക്ക് ചെലവഴിക്കാനുള്ള ഏറ്റവും നല്ല ഉപാധിയും കൂടിയാണ് ലൈബ്രറി. ഈ കോളേജിൽ റാഗിംഗ് അനുവദനീയമല്ല. അത്തരം ദുരനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകുകയോ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയോ ചെയ്താൽ യാതൊരു താമസവും കൂടാതെ നിങ്ങളുടെ അധ്യാപകരെ അറിയിക്കേണ്ടതാണ്. വളരെ ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കുന്ന ഒരു ആൻറ്റി റാഗിംഗ് സെൽ കോളേജിലുണ്ട്. ഈ സെൽ റാഗിംഗ് സംബന്ധിച്ച ഏതൊരു പരാതിയെയും നിയമപരവും കർശനവുമായ വ്യവസ്ഥയിൽ കൈകാര്യം ചെയ്യുന്നതിനായിട്ടുള്ള വേദിയാണ്. ഇതുകൂടാതെ മാനസികമോ ശാരീരികമോ ആയ ബുദ്ധിമുട്ടുകൾ നേരിട്ടാൽ അക്കാര്യം നിങ്ങളുടെ അധ്യാപകരോട് തുറന്നു പറയുന്നതിന് യാതൊരു മടിയും കാട്ടേണ്ടതില്ല. അധ്യാപകരും നിങ്ങളുടെ രക്ഷകർത്താക്കളാണ്. കൂടാതെ ഏതു തരത്തിലുള്ള ലൈംഗിക അതിക്രമത്തിനെതിരെയും നിങ്ങൾക്ക് പരാതിപ്പെടാനും അതിനെതിരെ കർശനമായ വ്യവസ്ഥയിൽ നടപടിയെടുക്കുവാനും ഒരു ആൻറ്റി സെക്ഷുവൽ ഹറാസ്മെൻറ്റ് സെൽ കോളേജിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ ഏതൊരു പരാതികൾക്കും പരിഹാരം കാണുന്നതിനായിട്ടുള്ള സ്റ്റുഡൻറ്റ് ഗ്രീവൻസ് റിഡ്രസൽ സെൽ തുടങ്ങി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും UGCയുടെയും
അതുപോലെ യൂണിവേഴ്സിറ്റിയുടെയും നിർദ്ദേശാനുസരണം വിദ്യാർത്ഥികളുടെ അവകാശ സംരക്ഷണത്തിനു വേണ്ടി ഉത്തരവാദിത്വമുള്ള അധ്യാപകരുടെ മേൽനോട്ടത്തിൽ ആധികാരികമായി പ്രവർത്തിക്കുന്ന വേദികൾ നമ്മുടെ കോളേജിൽ സജീവമായുണ്ട്. അധ്യയനത്തിലുപരിയായി പാഠ്യേതര പ്രവർത്തനങ്ങളിലും നിങ്ങളുടെ മികവ് തെളിയിക്കുവാൻ ഏറ്റവും സാധ്യതകളുള്ള ഒരു ക്യാമ്പസാണ് ശ്രീ ശങ്കര കോളേജ് ക്യാമ്പസ്. NCCയുടെയും NSSൻ്റെയും പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നതിലൂടെ രാഷ്ട്ര സേവനത്തിനും വ്യക്തി വികാസത്തിനുമുള്ള വിശാലമായ അവസരങ്ങൾ നിങ്ങൾക്കിവിടെ ലഭ്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഈ പരിപാടിയിൽ തന്നെ നിങ്ങൾക്ക് വിശദീകരിച്ച് നൽകുന്നതാണ്. കൂടാതെ നിങ്ങളിലെ കായികവും കലാപരവുമായ കഴിവുകളെ പരിപോഷിപ്പിക്കുന്നതിനുള്ള എല്ലാ അവസരങ്ങളും ഈ കലാലയത്തിൽ ഒരുക്കിയിട്ടുണ്ട്. കലാകായിക മികവിൻ്റെ വലിയൊരു പാരമ്പര്യം പേറുന്ന കോളേജാണ് ശ്രീ ശങ്കര. യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളിൽ മാത്രമല്ല, ദേശീയ അന്തർദേശീയ തലങ്ങളിൽ പോലും മികവ് തെളിയിക്കുന്ന കലാകാരന്മാരെയും കലാകാരികളെയും സംഭാവന ചെയ്ത കോളേജാണ് നമ്മുടേത്. കലാ അഭിരുചിയുള്ള കുട്ടികൾ തീർച്ചയായും നമ്മുടെ കോളേജിലെ കൾച്ചറൽ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ കഴിവ് തെളിയിക്കുവാനുള്ള അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ കായിക മേഖലയും എല്ലാ വർഷവും തന്നെ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന നിരവധി കായിക താരങ്ങൾ നമുക്കുണ്ട്. മികച്ച ഒരു ഇൻഡോർ സ്റ്റേഡിയവും മറ്റ് പരിശീലനത്തിലുള്ള ഉപാധികളും നമ്മുടെ കോളേജിലുണ്ട്. കായിക വകുപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കായികക്ഷമത വർദ്ധിപ്പിക്കുവാനും അതുപോലെ വിവിധ തലങ്ങളിൽ നടക്കുന്ന കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഇതിനൊക്കെ പുറമെ പരിസ്ഥിതി പ്രകൃതി സംബന്ധമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനും അനുബന്ധ വിഷയങ്ങളെ അധികരിച്ചുള്ള വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിക്കുന്നതുമായ ഭൂമിത്ര സേനാ ക്ലബ്ബ്, ബേഡ്സ് ക്ലബ്ബ് ഇൻ്റർനാഷണൽ, സയൻസ് സംബന്ധമായ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനും പരിപാടികൾ സംഘടിപ്പിക്കുന്നതുമായ സയൻസ് ക്ലബ്ബ്, കല, സംസ്കാരം, സാഹിത്യം തുടങ്ങി വിവിധ വിഷയങ്ങളെ അധികരിച്ചുള്ള നൂതനമായ ആശയങ്ങളെ സംയോജിപ്പിച്ച് പ്രവർത്തിക്കുന്ന റെനൈസൻസ് എന്ന കൂട്ടായ്മ, ചരിത്രം, പൈതൃകം സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നതുമായ ഹെറിറ്റേജ് ക്ലബ്ബ്, സംരംഭകത്വ ശേഷി വർദ്ധിപ്പിക്കുന്ന ഓണ്ടർപ്രണർഷിപ്പ് ക്ലബ്ബ്, സ്ത്രീകളുടെ അവകാശ സംരക്ഷണം, ശാക്തീകരണം തുടങ്ങിയ കാര്യങ്ങൾക്കായി പെൺകുട്ടികൾക്ക് മാത്രമുള്ള സഖി എന്ന വനിതാ കൂട്ടായ്മ, ഫിലിം ക്ലബ്ബ് എന്നിങ്ങനെ കുട്ടികൾക്ക് തങ്ങളുടെ അഭിരുചിക്കൊത്ത് പ്രവർത്തിക്കാവുന്ന വിവിധങ്ങളായ ക്ലബ്സ് ആൻഡ് ആക്ടിവിറ്റീസ് നമ്മുടെ കോളേജിലുണ്ട്. അധ്യാപകരുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന ഈ ക്ലബ്ബുകൾ ഒന്നിലെങ്കിലും നിങ്ങൾ പ്രവർത്തിക്കേണ്ടതാണ്. ഈ മഹാമാരിയുടെ സമയത്തും പലതരത്തിലുള്ള പരിപാടികൾ ഈ ക്ലബ്ബുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. കോളേജ് സാധാരണ രീതിയിൽ പ്രവർത്തിച്ചു തുടങ്ങുന്ന സാഹചര്യത്തിൽ ഈ ക്ലബ്ബുകൾ നിങ്ങൾക്ക് ഏറ്റവും സജീവമായി പ്രവർത്തിക്കാവുന്നതാണ്. കഴിഞ്ഞ 66 വർഷ കാലയളവിൽ ശ്രീ ശങ്കര കോളേജ് നമ്മുടെ രാജ്യത്തിനും അല്ലെങ്കിൽ ലോകത്തിന് തന്നെ സംഭാവന ചെയ്ത സമുന്നതരായ വ്യക്തിത്വങ്ങൾ നിരവധിയാണ്. വളരെ ശക്തമായ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഇന്ന് കോളേജിനുണ്ട്. കോളേജ് അധ്യയനത്തിന് ശേഷവും ശ്രീ ശങ്കരയുടെ പൂർവ്വ വിദ്യാർത്ഥികൾ കോളേജുമായി സുദൃഢമായ ബന്ധം സൂക്ഷിക്കുന്നു എന്നുള്ളത് നമുക്ക് ഏവർക്കും അഭിമാനദായകമായ കാര്യമാണ്. ലോക ഗുരുവായ കാലടിയിൽ ജനിച്ച ആദി ശങ്കരാചാര്യ സ്വാമികളുടെ പേരിലുള്ള ഈ കോളേജിൽ നിന്നും പഠനം പൂർത്തിയാക്കി നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്തു തീർക്കുവാൻ എനിക്ക് ഒട്ടേറെ ചുമതലകൾ ഉണ്ടെന്ന ബോധ്യം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാവണം. വ്യക്തിഗതമായ വികസനത്തിനൊപ്പം തനിക്ക് ചുറ്റും ജീവിക്കുന്നവരെ കൂടി കൈപിടിച്ച് ഉയർത്തുന്നതിനുള്ള കരുണയും ആർജവും നിങ്ങൾ കാണിക്കണം. അങ്ങനെ സമാജോദ്ധാരണവും രാജ്യസേവനവും നടത്തി ഈ പാരമ്പര്യത്തെ കാത്തു സൂക്ഷിച്ച ഒട്ടേറെ വിദ്യാർത്ഥികളെ സൃഷ്ടിച്ചതാണ് ഈ കോളേജ്. ആ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ഇവിടെ പഠിക്കുകയും വളരുകയും ചെയ്യുക. എല്ലാ വർഷവും വിവിധ വിഷയങ്ങളിലായി നിരവധി റാങ്കുകൾ ഉൾപ്പെടെ മികച്ച വിജയം കരസ്ഥമാക്കുന്ന കോളേജാണ് ശ്രീ ശങ്കര. ഈ കഴിഞ്ഞ അധ്യയന വർഷം BSc സ്റ്റാറ്റിസ്റ്റിക്സിന് ലഭിച്ച 1ാം റാങ്ക് ഉൾപ്പെടെ 20ഓളം റാങ്കുകളാണ് നമ്മുടെ കോളേജ് കരസ്ഥമാക്കിയത്. മികച്ച വിജയം കരസ്ഥമാക്കിയ എല്ലാ വിദ്യാർത്ഥികളെയും അഭിനന്ദിക്കാൻ കൂടി ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. ലഭ്യമാകുന്ന അവസരങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പാഠ്യവും പാഠ്യേതരവുമായ നിങ്ങളുടെ മികവ് നിങ്ങളുടെ വ്യക്തിജീവിതത്തിനും സമൂഹ നന്മയ്ക്കും സർവോപരി രാജ്യത്തിൻ്റെ ശ്രേയസ്സിനും ഉതകുന്നതാവട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവർക്കും ജീവിത വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഒരിക്കൽ കൂടി നിങ്ങളെ ഈ കലാലയത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. നന്ദി സർ. നമ്മുടെ കലാലയത്തിലെ അധ്യയനത്തിൻ്റെയും മറ്റു പ്രവർത്തനങ്ങളുടെയും ഒരു ഹ്രസ്വചിത്രം നിങ്ങൾക്ക് മുന്നിൽ അനാവരണം ചെയ്യപ്പെട്ടു എന്ന് കരുതട്ടെ. Now, we will listen
to the Managing Director of our college, Sree K. Anand. Namaste and welcome to all the students who are joining the first year course in Sree Sankara. As aspirants of higher learning, you should feel blessed that you are joining a course in Sree Sankara College. This college has a legacy of 66 years. In fact, this was started in the year 1954. Every time you speak to an alumni, they will tell you as to how this institution has helped them to shape their life and career. This college offers a wide range of courses in the PG level and also in the degree level. We have also a self-financing college which offers courses in microbiology, biochemistry, biotechnology, etc. Academics is very strong in this institution. By now, you might have understood the strength of academics in our college, going by the cutoff mark that you have got admission. Dear students, you have joined one of the most eco-friendly campus in the state, and you are joining a college where academics, extracurricular activities in all fields are given much importance. We have a good sports team, we have a good team of various artists and who are part of cultural activities. We have a very strong NSS unit. You have chosen a college where not only academics is strong, but all other extracurricular activities are also given due importance. We have a good team of staff members in all disciplines who will help you to guide and mentor your future, your career. I sincerely hope that you will have a wonderful time in this campus. You should enjoy your college life at the same time. Give maximum importance to your academics, because only that will help you to have a safe future in your life. For the parents also, I would humbly request that give your students an atmosphere to learn, to study and participate in all activities of the college. You should give them the inspiration, and if a student has a good atmosphere at home, certainly that will reflect in their overall development. Wishing all students a bright future. Thank you very much. Thank you, Anand sir, for your inspiring words. We will be having a very eminent and most inspiring guest with us. He is none other than Sree P. Vijayan IPS, a very determined and socially committed officer who currently serves as the Inspector General of Police at the Police Headquarters, Thiruvananthapuram. Starting from a humble background to a coveted position, he is an apt person to converse with, whose magical charm can both inspire and motivate us. A voracious reader and multitasker, Sree Vijayan is also an accomplished and highly effective public speaker. He has initiated a good number of projects aimed at social transformation and youth upliftment, popular one being Student Police Cadet project, which started in 2010. Let us listen to him. 2020-21 അധ്യയന വർഷത്തിലും ബിരുദ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തേടി അഡ്മിഷൻ സ്വീകരിച്ചിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥിനികൾക്കും എല്ലാവിധ നന്മകളും നേരുന്നു. ഇവിടെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് you all enter into this your for a graduation degree. The world is not like this the previous years actually. The history will be divided into two now onwards. One is the pre-COVID period and the post-COVID period.
We can't say, we haven't yet entered into the post-COVID period. Still going on that this tandavam of COVID-19. And yesterday I was going through this newspaper. On newspaper it says that so many states, many nations, which suffered a lot in the initial days of COVID-19, like France, Iran, Spain, USA, like these nations, still they are now entered into the third waves of COVID-19 pandemic. They consider that is the third wave is more dangerous than the first two, and many nations, I think Spain has already declared emergency, and in the UK the partial restrictions have been imposed, and today in USA it's a case, it has crossed 90,000. That is one of the largest case reporting since it's the pandemic erupted. അപ്പോൾ എങ്ങനെയായിരിക്കും പുതിയ ഒരു ലോകക്രമം സൃഷ്ടിക്കപ്പെടുന്നത്, ന്യൂ നോർമൽസ് സൃഷ്ടിക്കപ്പെടുന്നുണ്ടായിരിക്കും. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം when this Jainist, that they use the mask, the mouth covering mask, we used to think that they are actually too conventional, too ritualistic and all. Now everyone, we are insisting that നമ്മളെല്ലാവരും മാസ്ക് ധരിക്കണം. മാസ്കും സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും പേഴ്സണൽ ഹൈജീനും ഹാൻഡ് വാഷിംഗ് എന്നൊരു മാറ്റർ ഓഫ് ദി കസ്റ്റമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആർക്കും അസാധാരണത്വം തോന്നില്ല ഇങ്ങനെ മാസ്കൊക്കെ ധരിച്ച് കാണും. ദാറ്റ് ഈസ് ദ ന്യൂ നോർമൽ. ന്യൂ നോർമലിൽ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞത്, നമ്മൾ എവരിഡേ we people, especially in official and business and entities, and a lot of mobility was very high. I used to think that is, that I used to travel at least twice or thrice by air to different parts of India and abroad during the pre-COVID period. But now, I think last 8 months, I didn't travel by air at all. But nothing has happened in this world. Not like me, not myself alone, many other people could not travel. So what will be the new normal? That is, and another thing is that, that what has taught us this COVID-19 pandemic? One is that, that no one is infallible. No one is beyond, no one is infallible. Everyone is actually vulnerable. എല്ലാവരും vulnerable ആണ്. It can be billionaire or beggar, big nations or small nations, everyone is vulnerable. കാരണം ഒരു മനുഷ്യ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന, നഗ്നനേത്രങ്ങൾ കാണാൻ പറ്റാത്ത ഒരു വൈറസ്, ഒരു ടൈനി വൈറസ് ലോകത്തിനെ നടമാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഹരാരിയുടെ പുസ്തകം ഉണ്ടല്ലോ, 21 Lessons for 21st Century പറയുന്നുണ്ട് മനുഷ്യൻ്റെ ജൈത്രയാത്രയെക്കുറിച്ചിട്ട്. അതിൻ്റെ അകത്ത് നമ്മൾ അതിജീവിച്ചിരിക്കുന്നത് എന്താണ്, പാൻഡമിക് അല്ലെങ്കിൽ ഫാമിൻ, പാൻഡമിക് ആൻഡ് വാറിനെ അതിജീവിച്ചവരാണ് എന്ന് നമ്മൾ അതിനകത്ത് പറഞ്ഞ് നമ്മൾ എല്ലാവരും വലിയ ഊറ്റം കൊണ്ടുകൊണ്ടിരുന്ന് ഇനി എങ്ങനെയാണ് എറ്റേണാലിറ്റി, ഒരു 90 വയസ്സ് വരെ ജീവിക്കുന്നത് 150 വയസ്സ് വരെയൊക്കെ ജീവിക്കാമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു വൈറസിൻ്റെ രൂപത്തിൽ ഒരു കാലൻ പുറത്ത് വന്നിരിക്കുന്നത്. നമ്മളൊന്നിനും അതീതരല്ല. എല്ലാം പ്രപഞ്ചത്തിൻ്റെ ലോയ്ക്ക് മുമ്പിൽ, പ്രപഞ്ചത്തിൻ്റെ ശക്തിക്ക് മുമ്പിൽ നമ്മൾ എപ്പോഴും നമിച്ചുകൊണ്ടേ ജീവിച്ചുകൊണ്ടിരിക്കണമെന്ന് കാണിക്കുന്നതാണ്. അപ്പോൾ ആരും തന്നെ ഇൻഫാലിബിൾ അല്ല. നോ വൺ ഈസ് സോ സുപ്രീം എന്നുള്ള ഒരു സത്യം നമ്മളെല്ലാവരും മനസ്സിലായി. സെക്കൻഡ് തിങ്, ദാറ്റ് ഹൂ ഈസ് അവർ റിയൽ ഹീറോ, ഹൂ ആർ അവർ റിയൽ ഹീറോസ്? ഇസ് ഇറ്റ് ദ ഫിലിം സ്റ്റാർസ്? ഇസ് ഇറ്റ് ദ ക്രിക്കറ്റ് സ്റ്റാർസ് ഓർ ഫുട്ബോൾ പ്ലെയേഴ്സ് ഓർ ലൈക്ക് ദാറ്റ്? നൗ വി ആർ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് നമ്മളെ ജീവനെ നിലനിർത്തിക്കൊണ്ടുപോകാൻ ഏറ്റവും ചെയ്യുന്നവരാരാണോ, ദേ ആർ ദ റിയൽ ഹീറോസ്. Now you look at that, the hospital workers, the doctors, nurses and other supporting staff, without them we cannot survive at all. Then you look at the policemen on the roads, they are you may not like it, they are insisting that you must keep social distancing, don't go for this big gathering like that. They are actually often, so far around 600 policemen died due to COVID-19, while these all were infected while they were on duty.
Third one is that the cleaners or the sanitation workers of government hospitals, COVID hospitals, you just imagine that if they were not here, what would have been our fate? They are taking a lot of risk to remove this waste. So the real heroes are those who will be really helpful to maintain our life and our ജീവൻ നിലനിർത്തുന്നതിന് നമ്മളെ സഹായിക്കുന്നവരല്ലേ നമ്മുടെ യഥാർത്ഥ ഹീറോ. Third one is that self-sufficiency. We used to think that is, that we'll get everything from here and there. So wherever there is something good is there, if it is in America or it is in Middle East or wherever it is, we can buy it. No, you may have money, but the problem is that the COVID-19 pandemic has made a lot of recession, the traffic, goods movement. So the thing is that if you have something at your place, your own village, your own country, your own house, that is the most dependable one. Nothing else is so dependable. So self-sufficiency of our families, our own villages, our own nation has become more important. This is another lesson we have learned during this period. Then there is another important thing is that the technology. We will say that we are technology savvy. You people are basically millennium children, millennium students, we can say that. You all might have born in 21st century. We all are from the 20th century. Generally, we used to say that there is a digital divide. Digital divide in the sense that we were born in 20th century and we are the immigrants to the digital world. You are the natives of this one. Natives are very accustomed to the cultures and traditions of anything. So you are much superior to us in handling technology. But still, we were using this one for sending some WhatsApps or Facebook messages like that. We were not very extensively using all these facilities. Now it has become online education, online transactions, online business. Everything has become a matter of daily routine now. So the technology, we were very reluctant to use it. Now we have been forced to use one. Now it's getting slowly accustomed to the word. We are getting accustomed to. So online education, one beauty is that you can learn from your school and your teacher. You can learn from elsewhere also. So the entire universe is full of knowledge, especially the cyberspace is some sort of endless source of information and knowledge. Only thing is that you have to use your discriminative power to differentiate between the right and wrong. Your ability to inquire into the facts and figures, it's the truth of this every information. That is the duty of the student. If you make a proper analysis and understanding of the information given to you or available in the cyberspace, and that is really wonderful. You can learn from the Harvard University, Massachusetts Institute of University or Oxford along with the Sree Sankara College also. So you can enhance your knowledge, horizon and abilities. Thereby you can become a truly educated person of 21st century. So these are the learnings and opportunities thrown open to this during this pandemic period. Now the thing is that its unemployment rate has gone up like anything during this period. But some people have made use of this period as really beneficial. We are running few online digital conversations or programs on Sunday, Monday and Friday. In one of these programs, interactions with the young achievers, we have already introduced around 50-60 young achievers to the student world. Generally 4 lakh people and above used to attend this online at a time. So amazing work. Some guys, one Aditya is entirely involved in inventing new way of manufacturing his aeroplane. One guy, one small boy, he is using all the garbage, the left-outs of some things or the waste, the garbages of some machineries and all this, the wastage of some stationaries and all to convert his old bicycle into a motorbike. One small girl, Sanvi, she has created a world record by cooking 33 different dishes within a span of 1 hour. Like that, many children are now, some children have become very good YouTuber, blogger, like that. So there are immense scope also, immense possibilities also during this period.
There is another important thing is that you are entering to the world which is a technological disruption. That's a very important thing. The second point is that you are you are living in a world of technological disruption. Today's technology may not be tomorrow's. Once we invented this very recently, we can say that some equipments, pager was considered to be one of the big invention, and most people used to put it in such a manner that everyone see that I own one pager. But nobody is seeing that one. That typewriter, it has become an obsolete one. There is no post office. That there is an All India service also, Indian Postal Service. It has become redundant. They are trying to reinvent it themselves. So the thing is that all professions, all methods and all getting vanished without any time at all. The technology makes, that now what is the point of, you just think about years back, the postmen roaming around in our passing through our houses or something, waiting, we generally wait for, these letters from our near and dear, either inside the Kerala or outside Kerala. Now that within a click of time, by a click you can send a mail. So within 1 minute or 2 minutes you can send any mail and discussing or elaborating your well-being or problems or whatever you would like to communicate. But that also now become, it's become very boring. You can make a call. The earlier days when we were in the National Police Academy and Masuri Academy, to get a call to Kerala, we had to stand in queue for 1 hour. A trunk call is more difficult one. So now the thing is that, it was pretty costly also. Now you need not spend a single pie. You can see and talk with the people in WhatsApp. There are bot team, there are many IMO, many tools are there. So you can, no single pie you have to spend. You can enjoy endless calls. But this also will change tomorrow. So today's best thing might be a worst thing tomorrow. So such a fast manner things are moving. Artificial intelligence, deep learning, machine learning and all have become new way of life. So it's becoming fast, it's intrusion to every area. It's in all field, wherever you look at, whichever field is, all places that people are trying to the use of this artificial intelligence. So that makes, life, we can say more miserable, or we can say that will make more dynamic. We will not cling on something we had done yesterday. We have to every day think fresh and find out what is happening in the world, what new we can do in this world. So these are the, that is technological disruption, and moreover, once earlier we had a feeling that, once you enter into a job, either in the private or government sector, your life is safe. It is not like that now. It is not, there is nothing, nothing is safe. No one wants to be safe, This is an era, earlier days, that this employer decides the employee. Now the employee decides the employer. A capable employee decides his employer. Generally, some people used to tell me that, my friends said, no, I don't like, I want to switch over to another organization because I don't like, I'm getting bored. So people don't want, he used to ask me that, how you could afford this much of boring, staying in one organization for a quite long time. So people think that is the flexibility is there. You can choose your way of, that is which organization you would like. Sometimes you will be good in something today. You may not like that job at all. You can enter into a different one. Very important thing is that the technological disruption insists that the tendency, the flexibility to learn, relearn and unlearn. To learn new thing. Sometimes we have to relearn again. Sometimes whatever we have learned, we must have to unlearn it. So these three things are very, very important: learning, unlearning, and relearning and unlearning. Next thing, which about especially you people are concerned, is that you are studying or living in a knowledge society. Knowledge society, that in society, in earlier days, when we go to the history of this universe or this history of human being, let us take that the maximum way of interpreting history.
Marx says that is, the primitive society, everything was unorganized, no one was owning anything, everyone equal. So when people started living in an organized manner, it turned to, that is, that there started dominant people and the subordinate people, or the dominated people. Dominant people in slavery, it was those people who owns maximum number of slaves was considered to be the dominant people. Dominant people means he can decide anything, whatever is to be done against the other person, or he decides everything. He was the law. And the dominated people or the suppressed people, they were always at the receiving end. So no slave can become an owner, so master. So that was the social. Next stage is the landlordism. Landlordism that decided, that social structure decided the extent of the land you own. Extent of land you own. If you landowner is considered to be the landlord, and those who are under him is considered to be the tenant. It was also very difficult for a tenant to become a landlord. So whoever may be, whether he is intelligent, capable, or a brutal person, if the landlord is, he commanded over other people. Next stage is the capitalism. In capitalist society, capital matters. Whoever is having money, he matters in society. The other end, there is the person is a laborer. His whole asset is his own labor. It was very, very difficult a laborer becoming a capitalist. It was a very, very difficult thing. So the capitalist decided the social structure, everything in the society, even though there may be some written laws and all, but his influence was so high, he decided many important things in the society. Now we all are, you people especially, are living in a next society that is called knowledge society. Knowledge society is a society where the knowledge matters. Here, earlier days, the slave matters, the number of slave matters, ownership or number of slave matters, then ownership or extent of land matters. In capital society, money matters. Here the educated and capable person matters. If you are a capable person, if you are an educated and capable person, you can reach, the sky will be the limit for you. The sky will be the limit for you. You look at the case of that is the internet giants like Google. Google is headed by an Indian, Sundar Pichai from Chennai. And look at that is, that is another giant, one of the richest person in the world, Bill Gates. He is the founder of that Microsoft. It is headed by another Satya Nadella. He is from Hyderabad. PepsiCom, that the Pepsi and other products, its head is for a quite long time is a lady called Indira Nooyi from Chennai. So the thing is that it is not because they have big strength of or the tradition of their parents or their influences. It's purely because of Sundar Pichai's or Satya Nadell's or Indira Nooyi's capabilities. That matters. That prompted, made these people to the hem of affairs of these big multinational companies. So look at the case of that is in this century it happened that is, our APJ Abdul Kalam became the President of India. He never went for any, any stone throwing or any shouting slogans or anything like that. He was actually invited by these people, the knowledgeable people, to head into the most democratic country in the world, India. He was a scientist. He was from very down-to-earth family. He built up his abilities and made acceptable to the elite society, elitist people of the society. So there is enough hope for all of you. You are living in a knowledge society. So your capability, your education matters. But we must understand that it's just by owning up a paper, a certificate, doesn't make any difference. No one is going to look at their paper. Sometimes it can be a passport or a hall ticket to enter into an interview room. Beyond that, there is no point. If you are capable, if you are knowledgeable, you will be selected.
And if you are not that one, you will be thrown out. You are living in a society of social Darwinism, we can say, that here the survival of the fittest is matters. If you are fittest, you will survive. Otherwise, you will be thrown out. So, this education, your entry to this new world of education, that's your graduation, to get graduated from Sree Sankara College, consider it as that is to make you as a fittest among the all, and to lead the nation, to lead the world. So my best wishes to all of you once again. Do well and explore your inner potential. You are living in India. India says that every human being is having enormous amount of inner potential. Explore it, explode it, and make use for others' well-being too. Thank you so much. So that was Sree P. Vijayan IPS. Thank you, sir, for your most precious and informative words. Your life is a message and your career a source of inspiration to us all. നമ്മുടെ കലാലയത്തിൽ നിന്നും പഠിച്ചിറങ്ങി പിന്നീട് സമൂഹത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിൽ വിരാജിക്കുകയും സമൂഹ നന്മയ്ക്കായി ഒട്ടേറെ സംഭാവനകളും നൽകിയിട്ടുള്ള ചില മഹത് വ്യക്തിത്വങ്ങളെ നമുക്ക് പരിചയപ്പെടാം. ആദ്യമായി നമ്മോട് സംസാരിക്കുന്നത് ജസ്റ്റിസ് ശ്രീ കുര്യൻ ജോസഫ് അവറുകളാണ്. 1975 ശ്രീ ശങ്കര കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങി തുടർന്ന് നിയമ പഠനവും നടത്തി 1979 നിയമജ്ഞനായി തൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. പിന്നീട് 2000 കേരള ഹൈക്കോടതി ജഡ്ജിയായും 2010 ഹിമാചൽ പ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായും തുടർന്ന് 2013 സുപ്രീം കോടതി ജഡ്ജിയായും അദ്ദേഹം നിയമിതനായി. നമ്മുടെ കലാലയത്തിന് എന്നും അഭിമാനമായി മാറിയ ഈ പൂർവ്വ വിദ്യാർത്ഥി നമ്മോട് സംസാരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് ശ്രവിക്കാം. കാലടി ശ്രീ ശങ്കര കോളേജിൽ 1972-75 കാലഘട്ടത്തിൽ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് പഠിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ. നിങ്ങളെപ്പോലെ ആദ്യമായിട്ട് കോളേജിലേക്ക് വന്നത് ഒരു ഡിഗ്രി കോഴ്സിന് വേണ്ടിയിട്ടായിരുന്നു. അന്ന് പ്രീ ഡിഗ്രി ഞാൻ മറ്റൊരു കോളേജിലാണ് ചെയ്തത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം +2 കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് കോളേജിലേക്ക് വരികയാണ്. ഇനിയാണ് കോളേജ് എന്താണെന്ന് മനസ്സിലാക്കാൻ പോകുന്നത്, കോളേജ് വിദ്യാഭ്യാസം എന്താണെന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. കാലടി ശ്രീ ശങ്കര കോളേജിന് നിങ്ങളുടെ ഉപരിപഠനത്തിനായിട്ട് നിങ്ങൾ തിരഞ്ഞെടുത്തതിന് ആദ്യമായി ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു, നിങ്ങളുടെ മാതാപിതാക്കന്മാരെ അഭിനന്ദിക്കുന്നു. ഒട്ടേറെ ചരിത്രവും ഒട്ടേറെ നല്ല പാരമ്പര്യമുള്ള നല്ലൊരു വിദ്യാഭ്യാസ സ്ഥാപനമാണത്. അവിടെ പഠിച്ച എത്രയോ പ്രഗത്ഭർ ഇന്ന് ലോകത്തിൻ്റെ ഏതെല്ലാം മേഖലകളിൽ സേവനം ചെയ്തു, ഇതിനുമുമ്പ് സേവനം ചെയ്തിട്ടുണ്ട്. ഞാൻ അന്ന് അവിടെ പഠിക്കാൻ വരുമ്പോൾ കരുണാകരപിള്ള സാറായിരുന്നു അവിടുത്തെ പ്രിൻസിപ്പൽ. ഞാൻ വന്നത് തൃക്കാക്കര ഭാരതമാതാ കോളേജിൽ നിന്നായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ പ്രീ ഡിഗ്രിക്ക് സയൻസ് ഗ്രൂപ്പ് എടുത്തിരുന്നത്. എനിക്കാണെങ്കിൽ ഫിസിക്സിന് 92% മറ്റേ മാർക്കുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. കാരണം എനിക്കൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു, എവിടേക്കാണ് ഞാൻ എൻ്റെ ജീവിതത്തെ പോകണമെന്നുള്ളത്. കാരണം സയൻസോ അല്ലെങ്കിൽ മാത്തമാറ്റിക്സോ പഠിച്ചിട്ടല്ല, എൻ്റെ ലൈൻ വേറെയാണെന്നൊരു തോന്നൽ. അതെന്താണ് എന്നുള്ളത് അത്ര വ്യക്തമായിരുന്നില്ല. പക്ഷെ എന്നാലും ഇതല്ല എന്നുള്ളതും വേറെ എന്തോ ആണെന്നുള്ളൊരു തോന്നൽ. അപ്പോൾ അവിടേക്ക് എൻ്റെ ജീവിതത്തെ ഗൈഡ് ചെയ്യാനായിട്ട് അന്ന് ഞാൻ ബോധപൂർവം തിരഞ്ഞെടുത്തതാണ്. സാറ് എന്നോട് ചോദിച്ചു, ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, തനിക്ക് എന്താ പറ്റിയേ, ഇത്രയും മാർക്കുണ്ടായിട്ട് എന്തുകൊണ്ട് സയൻസ് പഠിക്കുന്നതാണ്? കാരണം അന്ന് സയൻസ് ഗ്രൂപ്പിന് അഡ്മിഷൻ കിട്ടുക എന്നുള്ളതിന് വലിയ പാടായിരുന്നു. ആർട്സ് ഗ്രൂപ്പ് അത്രയും പ്രാധാന്യമില്ലായിരുന്നു. ഇന്നിപ്പോൾ ഹ്യൂമാനിറ്റീസിനാണ് പ്രാധാന്യം എന്ന് എനിക്ക് തോന്നുന്നു. എന്തുമാവട്ടെ, കാലടി ശ്രീ ശങ്കര കോളേജിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന നിങ്ങളെ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു, അഭിനന്ദിക്കുന്നു. ആ ചരിത്രവും ആ തനിമയും ആ പാരമ്പര്യമൊക്കെ മനസ്സിൽ ഞാൻ കാത്തു സൂക്ഷിക്കുന്നു. മാനേജ്മെൻറ്റിനെ അഭിനന്ദിക്കുന്നു. ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേറ്റർ, ഇതിനു മുമ്പുണ്ടായിരുന്ന അഡ്മിനിസ്ട്രേറ്റർ എൻ്റെ പ്രിയ സുഹൃത്തായിരുന്നു നമ്മുടെ സീനിയർ അഡ്വക്കേറ്റ് ശ്രീ BS കൃഷ്ണൻ. ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേറ്റർ ശ്രീ ആനന്ദ് അഡ്വക്കേറ്റ്, സീനിയർ അഡ്വക്കേറ്റ്. അതുപോലെ തന്നെ അവിടെയുള്ള എല്ലാ അധ്യാപകരും, ഡോക്ടർ സുരേഷ് തുടങ്ങി താഴേക്കുള്ള എല്ലാ അധ്യാപകരെയും, പ്രസാദ് സാറാണല്ലോ ഇതിൻ്റെ കോർഡിനേറ്റർ, തുടങ്ങി എല്ലാവരെയും ഞാൻ എന്താ പറയുക, ഒരു ഗുരു എന്നുള്ള കണക്ക് നിങ്ങളെല്ലാവരും ഞാൻ വന്ദിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കുട്ടികൾ നന്നായിട്ട് വാർത്തെടുക്കാൻ തക്കവണ്ണമുള്ള നല്ലൊരു ജ്ഞാനം ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കാരണം ഈ കുട്ടികൾ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുകയാണ്. ദേ ആർ എൻട്രസ്റ്റഡ് ഇൻ യുവർ ഹാൻഡ്സ്. ട്രസ്റ്റാണ്. മാതാപിതാക്കന്മാരും അവരുടെ ഗാർഡിയൻസ് എല്ലാം ഒരു ട്രസ്റ്റോടുകൂടി നിങ്ങളെ ഏൽപ്പിച്ച് തന്നിരിക്കുക. നിങ്ങളുടെ കൈകളിൽ അവർ സുരക്ഷിതരാണെന്നും നിങ്ങളുടെ കൈകളിലൂടെ അവർക്ക് അറിവും അവർക്ക് പരിശീലനവും
അവർക്ക് ഒരു സാമൂഹിക ഒരു കമ്മിറ്റ്മെൻറ്റ്, സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് അല്ലേ, ഇൻഫർമേഷൻ, ഫോർമേഷൻ, ട്രാൻസ്ഫോർമേഷൻ, സമൂഹത്തെ ഒന്ന് വാർത്തെടുക്കാനും മാറ്റിയെടുക്കാനുമുള്ള ഒരു കഴിവും അവർക്ക് ലഭിക്കും എന്ന് മാതാപിതാക്കന്മാരും അവരുടെ പ്രിയപ്പെട്ടവരും ഒരു വിശ്വാസം നിങ്ങളിൽ അർപ്പിച്ചിരിക്കുക. ഗുരു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ അതാണല്ലോ. ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ അന്ധകാരം നീക്കുന്നവനാണ്. ഈ കുട്ടികളുടെ മനസ്സിൽ അന്ധകാരമുണ്ട്. പ്രിയപ്പെട്ട കുട്ടികൾ, നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് അന്ധകാരങ്ങൾ. നമ്മളൊക്കെ എന്തൊക്കെയോ പഠിച്ചിട്ടുള്ള ചില എന്താ പറയുക അപൂർണമായ അറിവുകൾ, അല്ലെങ്കിൽ അപക്വമായ അറിവുകൾ, അല്ലെങ്കിൽ തെറ്റായ അറിവുകൾ. അപ്പോൾ അതെല്ലാം മനസ്സിൽ നിന്ന് നമ്മൾക്ക് മാറ്റം ചെയ്യണം. ടു അൺലേൺ വാട്ട് വി ഹാവ് ഓൾറെഡി ലേൺ റോങ്ലി. ഇതാണ് ഒരു വലിയ പ്രക്രിയ. അത് ഗുരുവിനെ സാധിക്കുകയുള്ളൂ. നമ്മൾ പഠിച്ച തെറ്റുകളെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് നീക്കം ചെയ്യുക. അതാണ് അന്ധകാരത്തെ മാറ്റുക എന്ന് പറയുന്നത്. അപ്പോൾ അന്ധകാരം മാറ്റുന്നവനാണ് ഗുരു എന്ന് പറയുന്നത്. ആ ഗുരുമുഖത്ത് നമ്മൾ പഠിക്കുന്നത് അന്ധകാരം മാറ്റാനുള്ള അഭ്യാസങ്ങളല്ല. ദൗർഭാഗ്യവശാൽ ഇന്ന് നമ്മുടെ കലാലയങ്ങളിലൊക്കെ നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന അഭ്യാസങ്ങളാണ്, വിദ്യ അഭ്യസിക്കലല്ല. പ്രിയപ്പെട്ട കുട്ടികളെ, വിദ്യ അഭ്യസിക്കാനാണ് നമ്മൾ കലാലയങ്ങളിലേക്ക് വന്നിരിക്കുന്നത്, അഭ്യാസങ്ങൾ പഠിക്കാനല്ല. അഭ്യാസങ്ങൾ പഠിച്ചുകൊണ്ട് താൽക്കാലികമായ വിജയം നമുക്കുണ്ടാവാം. പക്ഷേ പരീക്ഷയിൽ ജയിച്ചാലും പരീക്ഷണങ്ങളിൽ നമ്മൾ തോറ്റുപോകും. പരീക്ഷയിൽ ജയിച്ചാലും മത്സരത്തിൽ നമ്മൾ ജയിച്ചാലും ജീവിതത്തിൽ നമ്മൾ തോറ്റുപോകും. നമുക്കൊന്ന് തീരുമാനം എടുക്കണം. നമുക്ക് പരീക്ഷയിൽ ജയിക്കണോ, ജീവിതത്തിൽ വിജയിക്കണോ? ജീവിതം ഒരു മത്സരം തന്നെയാണ്, ഇത് സംശയമില്ല. പക്ഷേ എങ്ങനെയും വിജയിക്കുക എന്നുള്ളതല്ല യഥാർത്ഥത്തിൽ ഗുരുവിൽ നമ്മൾ പഠിക്കേണ്ടത്. നേരായ വഴിയിലൂടെ സത്യസന്ധമായി ജീവിച്ചുകൊണ്ട് യഥാർത്ഥത്തിലുള്ള ഒരു വിജയം, നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു വിജയം, നമുക്ക് നമ്മുടെ മനസ്സാക്ഷി നമ്മൾ കുറ്റപ്പെടുത്താത്തൊരു വിജയം, ആ വിജയം നമുക്ക് കൈപ്പിടിക്കാൻ കഴിയണം എന്നുള്ളതായിരിക്കണം നമ്മുടെ ഒരു ദൃഢനിശ്ചയം. ആ ഒരു ദൃഢനിശ്ചയം നമ്മുടെ മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ മുന്നേറാൻ എളുപ്പമാണ്. കാരണം ഈ നിശ്ചയബോധവും ഈ ദൃഢനിശ്ചയവും ഒരു ലക്ഷ്യബോധവും നമ്മുടെ മനസ്സിലില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് എവിടേക്ക് പോകുന്നു, എന്തിനു പോകുന്നു ഒരു അറിവുണ്ടാവില്ല. അപ്പോൾ നമുക്കൊരു ലക്ഷ്യബോധം എന്നുള്ളത് ആ പോകുന്ന വഴി അറിയാനും ആ വഴിയിലൂടെ നടന്നാലേ അവിടെ എത്തുകയുള്ളൂ എന്ന് തിരിച്ചറിയാനും വളരെയേറെ പ്രധാനപ്പെട്ടതാണ്. ആ ലക്ഷ്യബോധത്തോടുകൂടി നമുക്ക് പോകാൻ സാധിക്കണം. എന്തിന് ഞാൻ പഠിക്കുന്നു? ഞാൻ പഠിക്കുന്ന ഓരോ വിഷയത്തിന് പിന്നിലുള്ളത് വെറും കേവലമായ മാർക്ക് വാങ്ങിക്കാൻ വേണ്ടി മാത്രമാണോ? അല്ല. മാർക്ക് വാങ്ങിക്കുന്നതിനൊക്കെ അപ്പുറത്തേക്ക് നമുക്ക് എന്തോ ജീവിതത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കാനുണ്ട്. ഞാൻ അന്ന് അവിടുന്ന് പഠിച്ച ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, എന്നെ പഠിപ്പിച്ച എല്ലാ അധ്യാപകരും ഞാൻ സ്നേഹത്തോടെ ഓർക്കുന്നു, നന്ദിയോടെ സ്മരിക്കുന്നു. അവർ ചിലരെങ്കിലും ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. അവരെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കോൺടാക്ട് ചെയ്യാറുണ്ട്. വളരെ സ്നേഹത്തോടെ ആദരവോടെയാണ് ഞാൻ അവർ ഓർക്കുന്നത്. കാരണം അവരാരും പഠിപ്പിച്ചത് ഇംഗ്ലീഷിൽ തന്നെ ഷേക്സ്പിയറോ മിൽട്ടണോ വേർഡ്സ്വർത്തോ മാത്രമായിരുന്നു. എനിക്ക് അപ്പുറത്തേക്ക് അവരുടെയൊക്കെ ചിന്താധാരകളിലൂടെ എങ്ങനെയാണ് അവർ സമൂഹത്തെ മാറ്റിമറിച്ചതെന്നും അത് നമ്മുടെ ഹൃദയത്തെ എപ്രകാരം സ്വാധീനിക്കണമെന്നും മനസ്സിനെ എങ്ങനെ നവീകരിക്കണമെന്നും എങ്ങനെ നമുക്ക് നമ്മുടേതായ രീതിയിൽ ഈ സമൂഹത്തിന് സംഭാവന ചെയ്യാൻ കഴിയണമെന്നുള്ളത് ഈ കൃതികളിലൂടെ അവരുടെ ഓരോരുത്തരുടെയും ആത്മാവിഷ്കാരം കൂടെ ചേർത്തുകൊണ്ട് ആത്മാവിൽ ചാലിച്ച ചില അനുഭവങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മളൊക്കെ പഠിപ്പിച്ചു. അവരൊക്കെ ഒത്തിരി നന്ദിയോടെ ഓർക്കും. ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരും എൻ്റെ മനസ്സിലുണ്ട്. എന്നെ പഠിപ്പിച്ചവരെയും പഠിപ്പിക്കാത്തവരൊക്കെ എൻ്റെ മനസ്സിൽ ഞാൻ ഓർക്കുന്നു. കാരണം അവിടെയുള്ള ശങ്കരാ കോളേജിലുള്ള എല്ലാവരും എന്നെ പഠിപ്പിച്ചവരാണ്. അവരെല്ലാവരും എനിക്ക് വളരെ പേരുണ്ട്. അവരെല്ലാം ഞാൻ ഗുരുക്കന്മാരെന്ന് പറയും. ഒരു ഗുരുവന്ദനം എന്നുള്ളത് എൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അസറ്റ് എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ മാതാപിതാക്കന്മാരുടെ അനുഗ്രഹവും എൻ്റെ ഗുരുക്കന്മാരുടെ അനുഗ്രഹവും ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ 2 സൗഭാഗ്യങ്ങളാണ്. എന്നെ പഠിപ്പിച്ച എല്ലാ അധ്യാപകരും, ഈ ശങ്കരാ കോളേജിലുണ്ടായിരുന്ന അന്നത്തെ എല്ലാ അധ്യാപകരും എന്നെ വളരെയേറെ സ്നേഹിച്ചു. ഞാൻ ഉഴപ്പിയപ്പോഴും എന്നെ നേർവഴിക്ക് കൊണ്ടുവന്നു. ഞാൻ പഠിക്കാതിരുന്ന സമയത്തോ അല്ലെങ്കിൽ അല്പമൊക്കെ ഒരു അശ്രദ്ധ കാണിച്ച സമയത്തോ എന്നെ ഉപദേശിക്കാനും നേർവഴിക്ക് കൊണ്ടുപോകാനൊക്കെ അവരൊക്കെ കാണിച്ച ആ വലിയ സ്നേഹത്തെ, ആ കരുതലിനെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. അപ്പോൾ പ്രിയ കുട്ടികളെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം നമുക്ക് ജീവിതത്തിൽ ഒരു ദൃഢനിശ്ചയം ഉണ്ടാവണം. എനിക്ക് പഠിക്കണം, എനിക്ക് വളരണം, എനിക്ക് നന്നാകണം, എനിക്ക് ഈ സമൂഹത്തിന് എന്തെങ്കിലും ഒരു സംഭാവന ചെയ്യാൻ കഴിയണം. ഞാൻ ഈ ചരിത്രത്തിലൂടെ കടന്നു പോകുന്ന വെറും ഒരു വ്യക്തി മാത്രമല്ല, ഞാൻ ഈ ചരിത്രത്തിൽ സംഭാവനകൾ സമർപ്പിച്ച് കടന്നു പോകുന്നവനാണ്. ചരിത്രം എന്നെക്കൊണ്ട് സൃഷ്ടിക്കാനാവും. ചരിത്രത്തെ ഞാൻ പുനർവായന നടത്തും. ചരിത്രത്തെ ഞാൻ പുനഃസൃഷ്ടിച്ചതിന് ശേഷമേ എൻ്റെ ജീവിതത്തിൻ്റെ ഈ അന്ത്യം സംഭവിക്കുകയുള്ളൂ എന്ന ആ ഒരു ദൃഢനിശ്ചയം നമുക്കുണ്ടാവണം. ഇതാണ് ഒരു ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. ആ ഒരു ദൃഢനിശ്ചയം നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ലക്ഷ്യം എളുപ്പമാണ്. ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര എളുപ്പമാണ്. കേവലമായൊരു ജോലി കിട്ടി കുറച്ച് ശമ്പളം കിട്ടി ജീവിച്ചു പോകാമെന്നുള്ളതല്ല. യെസ്, നമുക്ക് ചില കാൽപ്പാടുകൾ, പാദമുദ്രകൾ ഇവിടെ അവശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. ആ പാദമുദ്രകൾ അവശേഷിപ്പിക്കാനായിട്ട് ഡോക്ടർ അബ്ദുൽ കലാം അമ്മ എപ്പോഴും ഓർപ്പിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം പത്രത്തോടെ ഞാൻ അവസാനിപ്പിച്ചോളൂ. അത് നമ്മുടെ ഭരണഘടനയിൽ പറയുന്നതുകൊണ്ട് കൂടിയാണ്. ഭരണഘടനയിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്.
മൗലിക ധർമ്മങ്ങൾ. ആ മൗലിക ധർമ്മങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ മൗലിക അവകാശങ്ങളോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ്. ഒരു പൗരൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം മൗലിക അവകാശങ്ങൾ നാണയത്തിൻ്റെ ഒരു വശമാണ് മൗലിക കടമകൾ അല്ലെങ്കിൽ മൗലിക കർത്തവ്യങ്ങൾ മറുവശങ്ങളുടെ കൂടിയാണ്. അതിൻ്റെ ഒരു കർത്തവ്യമാണ് ടു സ്ട്രൈവ് ഫോർ എക്സലൻസ് in all spheres of individual and collective activity so that the nation constantly rises to higher level of endeavor and achievement. ഏത് കാര്യവും ഏറ്റവും നന്നായി ചെയ്യണം. എങ്ങനെയും ചെയ്യുക എന്നുള്ളതല്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ളത്, എങ്ങനെയും ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ളതല്ല. ചെയ്യുന്ന ഏത് കാര്യവും, ചെയ്യാൻ ഏൽപ്പിക്കപ്പെട്ട ഏത് കാര്യവും, ചെയ്യാനായിട്ട് നിയോഗിക്കപ്പെട്ട ഏത് കാര്യവും അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്യുക. ടു ദ ബെസ്റ്റ് ഓഫ് യുവർ നോളജ്, എബിലിറ്റി ആൻഡ് ബിലീഫ്. ഞങ്ങൾ ജഡ്ജിമാർ സത്യപ്രതിജ്ഞ എടുക്കുമ്പോൾ ചെയ്യുന്ന ഒരു പദമാണ് ഞാൻ ഉപയോഗിച്ചത്. ഐ വിൽ ഡിസ്ചാർജ് മൈ ഡ്യൂട്ടീസ് ടു ദ ബെസ്റ്റ് ഓഫ് മൈ ഇൻഫർമേഷൻ, നോളജ് ആൻഡ് ബിലീഫ്. എൻ്റെ അറിവിലും എൻ്റെ ബോധ്യത്തിലും എൻ്റെ പഠനത്തിലും ഒക്കെ പെട്ടിടത്തോളം എൻ്റെ ബെസ്റ്റായിട്ട് ഞാൻ നിർവഹിച്ചിരിക്കും. അപ്പോൾ നമ്മളൊരു കാര്യം ഒരു ജഡ്ജ്മെൻറ്റ് എഴുതി കഴിഞ്ഞാൽ ജഡ്ജിക്ക് തോന്നണം ഇതിനേക്കാൾ നന്നായിട്ട് അത് എഴുതാൻ പറ്റുമായിരുന്നില്ല. ഒരു പരീക്ഷ എഴുതിയാൽ നിങ്ങൾക്ക് തോന്നണം ഇതിനേക്കാൾ നന്നായിട്ട് പരീക്ഷ എനിക്ക് എഴുതാൻ പറ്റുമായിരുന്നില്ല. അതുമാത്രം ഇത് പഠിക്കണം. അതാണ് പരിശീലനം. അങ്ങനെ ഏത് കാര്യവും നമ്മളെ ഏൽപ്പിക്കുന്ന ഏത് ഉത്തരവാദിത്വം, പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും കളിക്കുന്ന കാര്യത്തിലാണെങ്കിലും വിനോദങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ചെയ്യുന്ന ഏത് പ്രവൃത്തിയും അതിൻ്റെ പരിപൂർണതയിൽ ചെയ്യുക. മേക്ക് ഇറ്റ് ആസ് പെർഫെക്റ്റ് ആസ് പോസിബിൾ. നോട്ട് ടു ഡു സംതിങ് സംവെയർ നോ, അതല്ല. എങ്ങനെയും എന്തും എപ്പോഴും അതല്ല. ജീവിതത്തിൽ ഒരു ക്രമം ഉണ്ടാവണം. ആ ക്രമം നമ്മളെ നയിക്കും. ജീവിതത്തിൽ ക്രമം ഉണ്ടാകുമ്പോൾ മാത്രമേ ആ ക്രമത്തിന് നമ്മെ നയിക്കാനും സാധിക്കുകയുള്ളൂ. ജീവിതത്തിൽ ക്രമമില്ലാതിരിക്കുമ്പോഴാണ് നമ്മളും വഴി തെറ്റിപ്പോകുന്നത്. പ്രിയപ്പെട്ട കുട്ടികളെ, വഴി ഏതെന്നറിയണം. ആ വഴിയെ നമ്മൾ പോകണം. ആ വഴി തെറ്റാൻ സാധ്യതയുള്ളപ്പോൾ ഗുരുമുഖത്തേക്ക് നമ്മൾ നോക്കണം. ആ ഗുരുമുഖത്തു നിന്നും നമ്മൾ ആ വഴിയുടെ ആ ദിശാബോധം എപ്പോഴും മനസ്സിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ മാതാപിതാക്കന്മാരും ഗുരുക്കന്മാരുമാണ് ദിശാബോധം നമുക്ക് ഏറ്റവും കൂടുതൽ തരുന്നത്. ആ ദിശാബോധം, അവർ തന്ന ആ ദിശാബോധം, അവരുടെ ആ മുഖം നമ്മുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ ചില പ്രതിസന്ധി ഘട്ടങ്ങളിലോ വഴി തെറ്റാൻ സാധ്യതയുള്ള ഘട്ടങ്ങളിലോ ഒക്കെ ഈ മുഖം നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരും. ആ ഗുരുമുഖം, ആ മാതാപിതാക്കന്മാരുടെ മുഖം നമ്മുടെ മനസ്സിൽ തെളിയുമ്പോൾ നമ്മുടെ ദിശ ശരിയായ രീതിയിൽ കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും. വഴി തെറ്റുകയില്ല, വഴിയെ തന്നെ നമ്മൾ പോവുകയും ചെയ്യും. വഴിയെ പോയി ലക്ഷ്യസ്ഥാനത്ത് നമ്മൾ എത്തുകയും ചെയ്യും. അതുകൊണ്ട് ലെറ്റ് us all strive to excel in all spheres of individual and collective activity so that by our contribution the nation constantly rises to higher level of endeavor and achievement. നമുക്ക് ഈ സമൂഹത്തിൽ എന്തെങ്കിലും സംഭാവന ചെയ്യണ്ടേ? ഈ സമൂഹം ഇങ്ങനെ പോയാൽ മതിയോ? ഈ സമൂഹം ഇനിയും നന്നാവണ്ടേ? അതിന് എനിക്കെന്ത് ചെയ്യാൻ കഴിയും? എനിക്ക് ചെയ്യാൻ കഴിയും. യെസ്, ഐ ക്യാൻ ഡു, ഐ വിൽ ഡു ആൻഡ് ഐ മസ്റ്റ് ഡു. എനിക്ക് ചെയ്യാൻ കഴിയും, ഞാനത് ചെയ്യണം, ഞാനത് ചെയ്തിരിക്കും. അങ്ങനെയുള്ളൊരു ഒരു സമൂഹത്തിന് ഒരു സാമൂഹിക ധർമ്മം കൊണ്ട് കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവും. നമുക്കൊക്കെ പഠിക്കാൻ അവസരം കിട്ടിയവരല്ല. എന്തിനാണ് പഠിക്കുന്നത് ജോലി കിട്ടാൻ വേണ്ടി മാത്രമല്ല. പഠിക്കുന്നത് ഈ അറിവ് കിട്ടി, പരിശീലനം കിട്ടി, എന്നിട്ട് ഈ സമൂഹത്തെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. സമൂഹത്തിൻ്റെ അന്ധകാരം മാറ്റി സമൂഹത്തെ നന്മയിലേക്ക്, പുരോഗതിയിലേക്ക്, ഉയർച്ചയിലേക്ക്, വളർച്ചയിലേക്ക്, ആ ഒരു ഹൃദയ വിശാലതയിലേക്ക്, ആ ഒരു നല്ല സാമൂഹിക ക്രമത്തിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ത്യ ഈസ് മൈ കൺട്രി എന്നല്ല നമ്മൾ പറയുന്നത്. ആൻഡ് ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. എല്ലാവരെയും സമഭാവനയോടെ കാണാൻ. ഒരാളുടെ ജാതി നോക്കിയിട്ടോ, മതം നോക്കിയിട്ടോ, വർഗം നോക്കിയിട്ടോ, പണാധിപത്യം നോക്കിയിട്ടോ, മസിൽ പവർ നോക്കിയിട്ടോ, ഭാഷ നോക്കിയിട്ടോ, ശാരീരിക ഭംഗി നോക്കിയിട്ടോ, ജെൻഡർ നോക്കിയിട്ടോ അല്ല, വ്യക്തിയായിട്ട് കാണാനും ഉള്ള ഒരു തുറവി നമുക്ക് കിട്ടണം. നമ്മൾ ഈ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി ശ്രീ ശങ്കര കോളേജ് പോലുള്ള കലാലയത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊക്കെ കിട്ടിയതിനെക്കുറിച്ച് ഞാനിപ്പോൾ സൂചിപ്പിച്ചത്. അവിടെയൊക്കെ പഠിച്ചത് വഴിയായിട്ട് യഥാർത്ഥത്തിൽ സാഹോദര്യം എന്താണെന്നും, യഥാർത്ഥത്തിൽ നമ്മുടെ സമത്വം എന്താണെന്നും, യഥാർത്ഥത്തിൽ സമഭാവന എന്താണെന്നും ഒക്കെയുള്ള വലിയൊരു വിശാലത നമുക്ക് കിട്ടുകയാണ്. ആ ഹൃദയ വിശാലതയാണ് ഈ പൊതുജീവിതത്തിലേക്ക് എന്നെ ഇറങ്ങാൻ സഹായിച്ചതും ആ പൊതുജീവിതത്തിൽ നിന്ന് കിട്ടിയ നല്ല പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഒരു അഭിഭാഷക വൃത്തിയിലേക്കും അഭിഭാഷക വൃത്തിയിൽ നിന്ന് ഈ ന്യായാധിപ സ്ഥാനത്തേക്ക് പോകാനൊക്കെ സഹായിച്ച് നന്ദിയോടെ അവിടെ നിന്നൊക്കെ കിട്ടിയ ആ നല്ല വിത്തുകൾക്കായിട്ട് നന്ദി പറയുന്നു. ആ വിത്തുകൾ എന്നിൽ വിതച്ച പ്രിയപ്പെട്ട ഗുരുക്കന്മാരെ നന്ദിയോടെ ഒരിക്കൽ കൂടി സ്മരിക്കുന്നു. പ്രിയപ്പെട്ട കുട്ടികളെ, ശ്രീ ശങ്കര കോളേജ് ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ള കോളേജാണ് എല്ലാ അർത്ഥത്തിലും. ആ ചരിത്രത്തിൻ്റെ ഭാഗമാൻ നിങ്ങൾക്ക് ലഭിച്ച ഭാഗ്യത്തെ ഓർത്ത് നിങ്ങൾ എന്നും നന്ദിയോടെ ഈ കലാലയത്തെ ഓർക്കുക. നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകരെ
ആ സ്നേഹത്തോടെ ആദരവോടെ നിങ്ങൾ സമീപിക്കുക. അവരിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടേണ്ടത്, ഗുരുമുഖത്ത് നിന്ന് കിട്ടേണ്ട വിദ്യ നിങ്ങൾ നേടിയെടുക്കുക. ആ വിദ്യ നേടിയെടുത്തുകൊണ്ട് കേവലമായിട്ട് പരീക്ഷയിൽ എങ്ങനെ ജയിക്കുക എന്നുള്ളതല്ല, ജീവിതമാകുന്ന പരീക്ഷയിലും പരീക്ഷണത്തിലും ജയിക്കാൻ ആവശ്യമായിട്ടുള്ള പരിശീലനം നേടുക. അഭ്യാസങ്ങളല്ല, അഭ്യസിക്കൽ നമുക്ക് വേണ്ടത്. വിദ്യ എന്നുള്ളത് മാനേജിങ് ദി അൺനോൺ ആണ്, അല്ലേ? വിസ്ഡം ദാറ്റ് ഈസ് നോൺ. വിദ്യയ്ക്ക് 2 ഡെഫിനിഷനുണ്ട് പറയട്ടെ. ഒന്ന് ആപ്ലിക്കേഷൻ ഓഫ് നോളജാണ് ഈ വിദ്യ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് മാനേജിങ് ദ അൺനോൺ ആണ്. അപ്പോൾ കേവലമായ അറിവ് പഠിച്ചു കഴിഞ്ഞിട്ട് ആ അറിവിനെ ഉപയോഗിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രയോജനമില്ല. അപ്പോൾ അറിവിനെ ഉപയോഗിക്കാൻ കഴിയണം. അത് പരിശീലനത്തിൻ്റെ ഭാഗമാണ്. അത് ഗുരുവിനാണ് പരിശീലിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ, വേറെ ആർക്കും. അപ്പോൾ അതുകൊണ്ട് ഗുരു എന്ന് പറയുന്നത് അറിവ് പറഞ്ഞു തരുന്നവൻ മാത്രമല്ല, പരിശീലനം പകർന്നു തരുന്നവനോട് കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ആത്മാവിലെ അനുഭവങ്ങൾ ചേർത്ത് ചാലിച്ച് നമുക്ക് പറഞ്ഞു തരുന്ന എൻ്റെ ഗുരുക്കന്മാരെ കുറിച്ചാണ് ഓർക്കുന്നത്. രണ്ടാമത്തേത് മാനേജിങ് ദ അൺനോൺ. ജീവിതത്തിൽ എന്ത് ചെയ്യണം, എങ്ങോട്ട് തിരിയണം, എന്ത് പറയണം, എന്ത് ചിന്തിക്കണം, എന്ത് തീരുമാനം എടുക്കണം എന്നൊക്കെ നമുക്ക് അറിയാൻ കഴിയാത്തൊരു അവസ്ഥയുണ്ടാവും, എപ്പോഴും ഉണ്ടാവും തീരുമാനങ്ങൾ എടുക്കാനായിട്ട്. ആ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുന്ന, അല്ലെങ്കിൽ ആ തീരുമാനങ്ങളുടെ ആ കവലയിൽ നിന്നിട്ട് എങ്ങോട്ട് തിരിയണം എന്നറിയാതെ വിഷമിക്കുമ്പോൾ ഈ അറിവിനെ ഓർക്ക്. ആ അറിവിൽ നിന്ന് ജ്ഞാനമായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്കും നമ്മുടെ മനസ്സിലേക്കും നമ്മുടെ ബുദ്ധിയിലേക്കും ആ ജ്ഞാനമായിട്ട് ഈ ഗുരുക്കന്മാർ പകർന്നു നൽകിയ ജ്ഞാനത്തെ ഓർക്കണം. അവിടെയാണ് നമുക്ക് എപ്പോഴും ഒരു ദിശാബോധം കിട്ടുക, നമ്മുടെ വഴി തെളിഞ്ഞു വരിക. അപ്പോൾ മാനേജിങ് ദ അൺനോൺ ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് നോളജ്, ഇത് രണ്ടും നമ്മുടെ അറിവിലൂടെ നമുക്ക് ലഭിക്കുമാറാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. ഈ കലാലയത്തിലേക്ക് കടന്നു വന്ന നിങ്ങളെല്ലാവരെയും ഹാർദമായി അഭിനന്ദിക്കുന്നു. ഈ കലാലയത്തിലൂടെയും ഇവിടുത്തെ പ്രിയപ്പെട്ട ഗുരുക്കന്മാരിലൂടെയും നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള വിദ്യ അഭ്യസിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വെറുതെ മിടുക്കനാവുക മാത്രമല്ല, നല്ലവരായി മിടുക്കരാവാനായിട്ട് നിങ്ങൾക്ക് കഴിയട്ടെ. വെറും ശക്തരാവുകയല്ല, നല്ലവരായ ശക്തരാവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിജയങ്ങളും എല്ലാ ഭാവങ്ങളും നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ജയ് ഹിന്ദ്. അങ്ങയുടെ മഹത്തായ ജീവിത പന്താവ് എന്നും യുവാക്കൾക്ക് ഒരു പാഠപുസ്തകം ആണെന്നതിൽ സംശയമില്ല. താങ്കളുടെ വിലയേറിയ വാക്കുകൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. The Chief Operations Officer of Adi Shankara Group of Institutions, Professor C.P. Jayashankar, will now be addressing you. An alumnus of our college, he has been part of this institution over the past 33 years. Let's listen to him. Sree Sankara is always a unique experience. This is one of the best campuses in the state. All the departments here are extremely strong, very competent and very dedicated faculty. The fact that we had close to 20 ranks in the last university exam, that itself is a pointer to the level of competency of the faculty of this institution. Co-curricular activities are equally strong here. It is such activities that provide students with an opportunity to showcase their inherent talents. Ideally, learning must go beyond the classrooms. It must go beyond the curriculum. That is where you pick up the life skills. That is what determines your success in your life. I wish you the very best, welcoming you all to Sree Sankara and hoping to meet you when the classes reopen to normalcy. Thank you, sir, for your felicitations. സാമൂഹ്യ പ്രവർത്തനം ജീവിത സബരിയാക്കി മാറ്റിയ ഒട്ടനവധി വ്യക്തിത്വങ്ങൾ നമ്മളുടെ ഇടയിലുണ്ട്. അങ്ങനെയൊരു വ്യക്തിയാണ് ശങ്കരയുടെ മറ്റൊരു പ്രിയപുത്രൻ ശ്രീ ബെന്നി ബെഹനാൻ MP. അദ്ദേഹത്തെ അധികമൊന്നും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. തൻ്റെ തനതായ പ്രവർത്തന ശൈലി കൊണ്ട് പൊതുജനങ്ങളുടെ മമത പിടിച്ചുവാങ്ങി അദ്ദേഹത്തിന് ശങ്കരയിലെ ജീവിതം ഒട്ടൊന്നുമല്ല ഊർജം പകർന്നിരിക്കുന്നത്. നമ്മുടെ കോളേജ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഉൾപ്പെടുന്ന ചാലക്കുടിയെ ലോക്സഭയിൽ പ്രതിനിധീകരിക്കുന്ന ശ്രീ ബെന്നി ബെഹനാൻ MPക്ക് നമ്മോട് പറയാനുള്ള സന്ദേശം കേൾക്കാം. പ്രസിദ്ധമായ ശ്രീ ശങ്കര കോളേജിലേക്ക് കടന്നു വരുന്ന എല്ലാ നവാഗതർക്കും ഞാനും സ്വാഗതമരുളുകയാണ്. ഈ കലാലയത്തിലേക്ക് കടന്നു വരുന്ന നവാഗതരെ സ്വാഗതം വരുമ്പോൾ ഞങ്ങളുടെ മനസ്സിലും ഒട്ടേറെ ഗ്രഹാതുരത്വമുണ്ട്. ഞാനും വർഷങ്ങൾക്ക് മുമ്പ് ഈ കലാലയത്തിലേക്ക് കടന്നു വന്ന വ്യക്തിയാണ്. എൻ്റെ കോളേജ് ജീവിതവും ഈ കലാലയത്തിലെ അന്തരീക്ഷവും ആ ജീവിതത്തിൻ്റെ എല്ലാ സൗന്ദര്യവും സൗഭാഗ്യവും എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നു. ഒരു പൊതുപ്രവർത്തകനായി പിന്നീട് മാറിയെങ്കിലും തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ വിദ്യാർത്ഥി ജീവിത കാലഘട്ടത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ആവേശം നൽകുന്നതും സംതൃപ്തി നൽകുന്നതും അതുപോലെ തന്നെ അനുഭവങ്ങൾ അയവിറക്കാൻ കഴിയുന്നതും ശ്രീ ശങ്കര കോളേജിലെ 3 വർഷക്കാലത്തെ വിദ്യാർത്ഥി ജീവിതമാണ്. അന്ന് എന്നെ പഠിപ്പിച്ച അധ്യാപകർ, എൻ്റെ സഹപാഠികൾ, ആ കോളേജിൻ്റെ അന്തരീക്ഷം, അതിലൂടെ എനിക്ക് ആർജിക്കാൻ കഴിഞ്ഞ അറിവും വിവരവും വിവേകവുമെല്ലാം ഇന്നും എൻ്റെ മനസ്സിൽ ഏറ്റവും വലിയ ശക്തി പകരുന്ന ഒന്നതാണ്.
ഞാൻ പഠിച്ച കലാലയത്തേക്കാൾ കൂടുതൽ ആ കലാലയത്തിന് വളർച്ചയുണ്ടായി, കെട്ടിലും മട്ടിലും. അന്നും ഇന്നും ശ്രീ ശങ്കര കോളേജ് കേരളത്തിലെ തന്നെ പ്രസിദ്ധമായ ഒരു കോളേജായി എന്നും തലയുയർത്തി നിൽക്കുന്നു. ഇന്ന് പുതുതായി കടന്നു വരുന്ന വിദ്യാർത്ഥികൾക്ക് പുതിയ അനുഭവമാണ്. കോവിഡ് എന്ന മഹാമാരിയുടെ അടിസ്ഥാനത്തിൽ നമുക്കുണ്ടായിരിക്കുന്ന ചില ജീവിത നിബന്ധനകൾ നിങ്ങൾക്ക് ക്ലാസ് മുറികളിൽ ഒരുമിച്ച് കൂടി അധ്യയന വർഷത്തിൻ്റെ തുടക്കത്തിൽ നിങ്ങൾക്ക് പരിചയപ്പെടാനും അതുപോലെ തന്നെ നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കെടുക്കാനും നിങ്ങൾക്ക് കഴിയില്ലെങ്കിലും ഇന്ന് ഓൺലൈൻ വിദ്യാഭ്യാസമാണ്. ആ ഓൺലൈനിലൂടെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നത്. ഓൺലൈനിലൂടെ പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോഴും ഇന്നത്തെ ശാസ്ത്ര സാങ്കേതിക വളർച്ചയുടെ അടിസ്ഥാനത്തിൽ കരകതമാക്കാൻ കഴിയുന്ന നേട്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് ആർജിക്കാൻ കഴിയുന്ന എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്കുണ്ട് എന്ന് നമുക്ക് ആശ്വസിക്കാം. എന്നിരുന്നാലും ഒരു കലാലയത്തിലേക്ക് കടന്നു വന്ന് ഒരുമിച്ച് കൂട്ടുകൂടി പരസ്പരം കളിച്ചും ചിരിച്ചും അധ്യാപകരിൽ നിന്നും കിട്ടുന്ന അറിവുകൾ പങ്കിട്ട് മുന്നോട്ട് പോകുന്ന അനുഭവം മറ്റൊന്നാണ്. ഈ മഹാമാരിയുടെ പിടിയിൽ നിന്നും എത്രയും വേഗം മോചിതമായി ആ കോളേജിൻ്റെ മഹനീയമായ അന്തരീക്ഷത്തിൽ, സൗന്ദര്യമുള്ള ആ കോളേജിൻ്റെ പ്രകൃതിദത്തമായ അന്തരീക്ഷത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടി ഒരിക്കൽ കൂടി ആശയങ്ങൾ പങ്കിടാനും നിങ്ങളുടെ വിദ്യാർത്ഥി ജീവിതം സമ്പുഷ്ടമാക്കാനും നിങ്ങൾ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ കലാലയത്തെക്കുറിച്ച് സ്മരിക്കുമ്പോൾ എൻ്റെ മുന്നിലൂടെ എനിക്ക് ഓർക്കാൻ കഴിയും ആ കോളേജിൽ എന്നെ പഠിപ്പിച്ച അധ്യാപകർ പലരും ഇന്നില്ല, പലരും ഇന്ന് ജീവിച്ചിരിക്കുന്നു. നമ്മളിൽ നിന്ന് വിട്ടുപോയ ആദരണീയരായ എൻ്റെ അധ്യാപകരുടെ പാവനസ്മരണയ്ക്ക് ഞാൻ ആദരാർപ്പിക്കുന്നു. ഈ ശ്രീ ശങ്കര കോളേജിന് എല്ലാ വളർച്ചയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു കോളേജിൻ്റെ കരുത്ത്, ഒരു കോളേജിൻ്റെ ശക്തി അവിടുത്തെ വിദ്യാർത്ഥികളാണ്. ആ കരുത്തും ശക്തിയുമായി നിങ്ങൾക്ക് ആ കോളേജിനും എല്ലാവിധ ആശംസകളും നേരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഭാവി ഉണ്ടാകട്ടെ എന്ന് ഞാനും ആശംസകൾ നേരുന്നു. എല്ലാവർക്കും നമസ്കാരം. ജയ് ഹിന്ദ്. ശ്രീ ബെന്നി ബെഹനാൻ, താങ്കളുടെ വാക്കുകൾ പുതിയ തലമുറയ്ക്ക് കൂടുതൽ നേതൃപാടവവും ഊർജവും പ്രദാനം ചെയ്യട്ടെ. നന്ദി. We will listen to another proud alumnus from our institute, the very famous cardiothoracic and cardiovascular surgeon Dr. Bashi V. Velayudhan. After completing his pre-degree course from Sree Sankara College in 1970, he pursued MBBS degree from Kochi Medical College in 1975 and later on gained many higher and specialized medical degrees. Dr. Bashi is an eminent medical practitioner in cardiothoracic and vascular surgery who has been honored with many awards. He currently works at SIMS Hospital, Chennai. Let us listen to his golden words. A very good morning to all my young friends who is going to join Sree Sankara College, Chalakudy, from where I had the privilege of studying for 2 years, from 1968 to 70. I must say that was the turning point of my life. The 2 years of my life in Sankara College decided my future. I joined the medical college after my studies there, and at the moment I am a cardiac surgeon and professor of cardiac surgery in SRM Hospital, Chennai. The initial period of your studies are more important in your future life, which you don't realize when you are entering the college life. We were very fortunate to have a college in Chalakudy in the name of Sree Shankaracharya. And without that college, I don't think I would have had a college education. In my family also, I am one among the 7 siblings. We all had our education. And like me, many of my friends and people in that area could go and study and do well in different facets of life only because of our education which we received. And I still remember we had to walk almost 3 or 4 miles to go to college those days because bus services were not there. We once requested the bus people to come to the college to drop us because in the rainy season we found very difficult to walk through that road to reach the college on time. I have many of my friends who have studied with me, my classmates, who are in very high positions after education there. We had very good teachers and the environment of the college is so nice. It is an isolated area
very healthy place in a nice hill. I still remember that all my teachers, and I owe a great deal to all my teachers who made me what I am today. And I must tell you, all youngsters, there is no secret to success in life. The secret is only hard work. The harder you work, the luckier you become. Genius is 99% perspiration and 1% inspiration. I want all of you to do well in your life and wish you all a warm welcome to Sree Sankara College, my alumni, and wish you all the best in your future career. Thank you very much, and thank you for the opportunity given to me by the college authorities to address you in this video talk. I wish I could see you in person, but because of the circumstances, I'm not able to be there. Thank you, good luck, and goodbye. Thank you, sir, for your most valuable words. Let's now meet an eminent academician, an alumnus of Sankara College, who was not only dedicated towards his studies, but was also deeply involved in the activities of the campus, and was one among the editorial team of the first campus newspaper, Campus Observer, which was a sensation of those times. It's none other than Dr. Joe Varghese Eldho, who completed his graduation from Sree Sankara College in 1999 and is currently working as Reader F at the School of Humanities and Social Sciences, National Institute of Science, Education and Research, Bhubaneswar. Let's listen to Dr. Joe speak about his memoirs from Sankara. Hello all. So in the middle of a pandemic, this seems to be a very weird way to onboard the freshers of Sree Sankara College this year, but hopefully very soon we'll be heading back to the normal that we so love, the normal of being able to meet people face to face, enjoy interactions, make friendships, have very interesting classes. So we hope and pray that we'll get back to that normal very soon. So in the meanwhile, we'll have to make do with this. So I welcome all the freshers this year to Sree Sankara. I did my BA English in Sree Sankara in the year 1996. I was there from 1996 to 99. It was one of the best years of my life. Discovered a lot about myself. Had amazing teachers and friends who helped me in that discovery and kind of created a future narrative for me. It's a real pleasure to kind of think back to some of those days and the kind of things that we did, the opportunities that were afforded to us. I'm sure those same opportunities exist even today. It's just a matter of keeping an open mind and looking out for that. Got to do some interesting things like running a campus newspaper and all, along with friends. And some of those experiences are still something that I cherish even today. So I'm sure that you'll have a lot of anxiety about the current scheme of things and worry about future. But I would also like to tell you that in worrying about the future, a little bit of worry about the future is a good thing. It keeps us sharp. It helps us to do certain things that need to be done. But in worrying about the future, please don't forget to live your present. And the campus over there affords an amazing opportunity to kind of do that. So I wish all of you all the best
I hope that you get to live some very exciting and interesting times at Sree Sankara. Thank you very much. That was really a bliss listening to you, sir. Thank you. We have another studious alumnus from the Sankara family talking to us today, Dr. Sooraj K. Ambat. He graduated in 1999 from the Department of Statistics and is currently working as a scientist at the DRDO lab, Kakanad. Let's listen to his route map towards a successful career and get motivated. I am an alumnus of the Department of Statistics, Sree Sankara College, Chalakudy. Currently, I work as a scientist in NPOL, Naval Physical and Oceanographic Laboratory, which is part of DRDO, the Defense Research and Development Organization. My office is located at Thrikkakara, Kochi. I completed my 10th standard from Sri Narayana High School, Okkal in 1993. That time, the exam was known as SSLC. Then I joined for my pre-degree at Sree Sankara College, Chalakudy. I took first group, which included maths, physics and chemistry. Like most of the students who opt for first group, I also wrote the Kerala Engineering Entrance exam, but I couldn't score a good rank. Then I joined for my BSc Statistics in 1995. We were the third batch for BSc Statistics. We had mathematics, computer science and operational research as electives. I enjoyed studying statistics, especially in the second and third years. I found that statistics has very interesting theory part with tremendous applications. Late Siddharashmi teacher was the head of the statistics department that time, and Mini teacher and Bhubaneswar were also there in the department. My teachers helped me a lot to have a strong foundation in statistics, which was very helpful throughout my future studies and career till date. In 1998, I completed my BSc Statistics with the first rank in MG University. I also stood first in the MSc Statistics entrance exam conducted by Kochi University of Science and Technology and joined CUSAT for my MSc Statistics. The Department of Statistics in CUSAT introduced the different dimensions of statistics to me. Many teachers in the department are still considered pioneers in the field. In 2000, I completed my MSc Statistics from CUSAT. I cleared the UGC CSIR exam in 2000 and was eligible for CSIR Junior Research Fellowship. I also qualified the Graduate Aptitude Test in Engineering, the GATE exam in 2001 and secured 24th rank in the country. I also cleared the prestigious entrance exam by Indian Statistical Institute, Calcutta. Using my GATE score and based on my performance in the interview, I got admission to the MTech Computer Science and Engineering program at IIT Madras. Though I liked the subject statistics very much and wanted to pursue PhD in statistics, many of my well-wishers advised me to join MTech Computer Science program at IIT Madras. I completed my MTech Computer Science and Engineering in 2003. My knowledge in statistics helped me while studying the subjects like artificial neural network and speech processing at IIT Madras. Based on my MSc Statistics qualification, I had applied for the opening for scientist in DRDO. I cleared the scientist entry test and cleared the interview during the final days of my MTech. The interview was purely on statistics, and the strong foundations on the subject I got from our department at Sree Sankara College helped me a lot. I had also got a job in a software company through the campus placement at IIT Madras. I opted to join DRDO and serve the country. We work mainly for Indian Navy and develop underwater surveillance systems. The job is very challenging and need to design and develop systems which deal with many uncertainties. We use a lot of probability and statistics to provide the best solutions in such scenarios. In 2015, I completed my PhD in signal processing from the Department of Electrical Communication Engineering at Indian Institute of Science, Bangalore. Throughout my career and higher studies, I have observed that it will be very difficult to do a quality research work without knowing the fundamentals of probability and statistics. A deep understanding in the subject will help you to explore new opportunities. Data science and artificial intelligence are considered as the future technologies which are going to challenge and change the world in a tremendous way. You may be remembering the famous quote by Chakomash in Mohanlal's famous movie Spadigam. Without mathematics, the earth is a big zero.
I can confidently extend that and say that without probability and statistics, the field of data science and artificial intelligence is a big zero. The life is full of uncertainties, and statistics is one of the best methods known to us to deal with uncertainties. Hope you will enjoy the subject. All the best for your bright future. Your story is really inspiring to us, sir. Thank you very much. And now comes a very energetic, enthusiastic, and highly motivated young girl from the Department of Zoology who has become a campus superstar after a path-breaking achievement she has won recently. Let's meet Miss Shabna Yusuf, who has been selected as the UN Ambassador for Women and Girl for her speech and suggestion on closing the gender gap, which was held at St. Albert's College, Ernakulam. Her suggestions towards gender equality won much acclaim during the competition. Friends, let's meet this smart girl. Hello everyone, a warm good morning to all of you and a warm welcome all freshers as we are eagerly waiting to know you all. So welcome to this whole new world, guys. Myself Shabna Yusuf, currently pursuing degree in BSc Zoology from Sree Sankara College, Chalakudy. This is surely a special day for you all, as today you are going to start a new and fresh journey of your life full of new challenges, milestones and achievements. This day is a day of nostalgia for many. It is a day with many new mixed feelings of happiness, confusion, fear and excitement. But don't worry, we all are here for you to make sure that this journey is memorable for you all. 2 years ago, even I was sitting at your place waiting for this journey of life to start. And trust me, this is going to be the best roller coaster ride of your journey, full of fun, knowledge, growth and ultimate success. The day you will end this journey, you will surely miss the memorable time that you are going to spend here. This place is not just about education and training, but also about building a personality, a attitude, and character, and ultimately a versatile person. So be ready to capture some magical moments, make happy memories and friends who are going to surround you for a lifetime with happiness. There must be a lot of questions flashing before you. What is this place like? How are people? Will I able to meet? Will I able to get what I'm searching for? For all these questions, I would like to say just one word: relax. Even when I started, I too had all these questions, but frankly, I got all these answers positively, and I'm sure that you will all too. So welcome again to our small, beautiful family, which is full of love, happiness, learning, and success. And I really wanted to meet everyone and greet everyone and make a cordial relationship with all. I would also like to ask you to be enthusiastic and participative in everyone to come. Try to be extraordinary in every case to stand out and shine your way out. We all have very high expectations for all people and are quite positive that you all are going to cross all these barriers to fulfill those expectations. With efforts and consistency, you can achieve anything that you wish. At the end of this journey, you are going to have a treasure of memories. Once again, Hari, welcome to all of you to this wonderful family. Much love to all of you. Have a wonderful day, guys. Shabna, you're a motivator. Way to go, girl. Go ahead. ഇന്റേണൽ ക്വാളിറ്റി അഷ്വറൻസ് സെൽ അഥവാ IQAC ഏതൊരു കോളേജിൻ്റെയും നെടുന്തൂണായ സമിതിയാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അവബോധം നൽകുന്നതിനായി നമ്മുടെ കോളേജിൻ്റെ IQAC കോർഡിനേറ്ററായ പ്രീതി ടീച്ചർ നിങ്ങളോട് സംസാരിക്കുന്നു. ഏവർക്കും നമസ്കാരം. എല്ലാ വിദ്യാർത്ഥിനികളെയും രക്ഷകർത്താക്കളെയും സ്നേഹപൂർവ്വം ശ്രീ ശങ്കര കോളേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കോളേജുകളുടെ ഗുണനിലവാരം നിർണ്ണയിക്കുന്നതിന് യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ അഥവാ UGC നിയോഗിച്ചിട്ടുള്ള സംവിധാനമാണ് NAAC. നാഷണൽ അസസ്മെൻറ്റ് ആൻഡ് അക്രിഡിറ്റേഷൻ കൗൺസിൽ കലാലയങ്ങൾക്ക് നൽകുന്ന ഗ്രേഡാണ് കലാലയങ്ങളുടെ ഗുണനിലവാരം നിശ്ചയിക്കുന്നത്. ശ്രീ ശങ്കര കോളേജിൻ്റെ വെബ്സൈറ്റും ബ്രോഷറും പരിശോധിച്ചാൽ അക്രിഡിറ്റഡ് വിത്ത് B++ എന്ന് കാണാം. ഇത് NAAC നൽകുന്ന ഗ്രേഡാണ്. കലാലയങ്ങളെ ഇപ്രകാരം ഗ്രേഡ് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ കോളേജുകളുടെ സമഗ്ര വികസനവും ക്രമപ്പെടുത്തലും വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാകുന്നു. കോളേജുകളുടെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാനും അവയെ ഏകോപിപ്പിക്കുവാനും ഉള്ള സമിതിയാണ് IQAC അഥവാ ഇൻറ്റേർണൽ ക്വാളിറ്റി അഷ്വറൻസ് സെൽ. അതുകൊണ്ട് തന്നെ കോളേജിൻ്റെ മുഖ്യ സമിതികളിൽ ഒന്നാണ്.
സ്ഥാപനത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ, പഠന നിലവാരം, അധ്യാപന രീതികൾ, അക്കാദമിക നിലവാരം, അക്കാദമികേതര പ്രവർത്തനങ്ങൾ, വിദ്യാർത്ഥികളുടെ ഗുണനിലവാരം എന്നിങ്ങനെ സമസ്ത മേഖലകളിലെയും പ്രവർത്തനങ്ങൾ IQAC വിലയിരുത്തുകയും അവയെ ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു. പൂർവ്വ വിദ്യാർത്ഥികളുടെയും രക്ഷകർത്താക്കളുടെയും അഭിപ്രായവും ഇതിന് വളരെ അനിവാര്യമാണ്. IQACയുടെ ചെയർപേഴ്സൺ പ്രിൻസിപ്പലാണ്. പ്രിൻസിപ്പൽ കൂടാതെ കോർഡിനേറ്റർ, 8 അധ്യാപകർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, മാനേജ്മെൻറ്റ് പ്രതിനിധി, പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി, സ്റ്റുഡൻറ്റ് റെപ്രസെൻറ്റേറ്റീവ് എന്നിവരും സമിതിയുടെ ഭാഗങ്ങളാണ്. കുട്ടികളുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും കേൾക്കുവാൻ IQAC ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ്സുമുണ്ട്. വിശദ വിവരങ്ങൾ അറിയുവാനായി ശ്രീ ശങ്കര കോളേജിൻ്റെ വെബ്സൈറ്റും NAC, UGC എന്നീ സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റും സന്ദർശിക്കാവുന്നതാണ്. കോളേജിൻ്റെ ഗുണനിലവാരം ഉയർത്തുന്ന പ്രവർത്തനങ്ങൾക്ക് എല്ലാ വിദ്യാർത്ഥിനികളും രക്ഷകർത്താക്കളും പങ്കാളികളാകണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ കോളേജിനെ ഔന്നത്യത്തിലേക്ക് എത്തിക്കുവാൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാം എന്ന വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ ഒരിക്കൽ കൂടി ശ്രീ ശങ്കര കോളേജ് എന്ന ഈ മഹത്തായ കലാലയത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. നന്ദി പ്രീതി ടീച്ചർ. പഠനത്തോടൊപ്പം സാമൂഹിക പ്രതിബദ്ധതയും സേവന സന്നദ്ധതയും കൂട്ടായ്മയുടെ ശക്തിയും വിദ്യാർത്ഥികളിൽ ഊട്ടിയുറപ്പിക്കുന്നതിന് ഉദാത്തമായ സംഭാവനകൾ ചെയ്തിട്ടുള്ള പ്രസ്ഥാനമാണ് നാഷണൽ സർവീസ് സ്കീം അഥവാ NSS. ശ്രീ ശങ്കര കോളേജ് കാലടി NSS യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ പ്രോഗ്രാം ഓഫീസേഴ്സായ അനു ടീച്ചറും മഞ്ജു ടീച്ചറും എത്തുന്നു. 1ാം വർഷ ഡിഗ്രി പ്രവേശനം നേടി ഈ കലാലയത്തിലേക്ക് എത്തിച്ചേർന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ശ്രീ ശങ്കര കോളേജ് NSS യൂണിറ്റിൻ്റെ ഹാർദവമായ സ്വാഗതം. മഹത് വ്യക്തികളുടെ ദർശനങ്ങളെയും അനവധി വിദ്യാഭ്യാസ വിദഗ്ധരുടെ ശുപാർശനയുടെയും അടിസ്ഥാനത്തിൽ 1969 സെപ്റ്റംബർ 24 രൂപം കൊണ്ട ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ് നാഷണൽ സർവീസ് സ്കീം. വിദ്യാഭ്യാസ പദ്ധതി എന്ന് പറയാനുള്ള കാരണം വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് നാഷണൽ സർവീസ് സ്കീമിൻ്റെ ലക്ഷ്യം. നാഷണൽ സർവീസ് സ്കീം പ്രവർത്തനത്തിലൂടെ ഓരോ വിദ്യാർത്ഥികളുടെയും വ്യക്തിത്വ വികസനം, ആർജവം, ആത്മവിശ്വാസം, ആസൂത്രണ മനോഭാവം, സേവന സന്നദ്ധ മനോഭാവം എന്നിവ വളർത്തിയെടുക്കുന്നതാണ് NSSൻ്റെ പ്രധാനമായ ലക്ഷ്യം. ഈ 3 വർഷത്തെ കലാലയങ്ങളിൽ 2 വർഷമാണ്, ആദ്യത്തെ 2 വർഷങ്ങളിലാണ് വിദ്യാർത്ഥികൾക്ക് നാഷണൽ സർവീസ് സ്കീമിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. ഈ 2 വർഷങ്ങളിലും വിദ്യാർത്ഥികൾ റെഗുലർ ആക്ടിവിറ്റിയും 7 ഡേ ക്യാമ്പും ചെയ്യേണ്ടതാണ്. റെഗുലർ ആക്ടിവിറ്റിയിൽ ഡിസ്കഷൻ, ചർച്ചാ ക്ലാസ്സുകൾ, അതുപോലെ തന്നെ ക്യാമ്പസിനകത്തും പുറത്തുമായിട്ടുള്ള സേവന പരിപാടികൾ എന്നിവ പങ്കെടുക്കേണ്ടതും, അതുപോലെ തന്നെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഏതെങ്കിലും ഒരു പ്രദേശത്തിലുള്ള സ്കൂളുകളിൽ താമസിച്ചുകൊണ്ടുള്ള സാമൂഹ്യ പ്രവർത്തനം സ്പെഷ്യൽ 7 ഡേ ക്യാമ്പിലൂടെ ചെയ്യേണ്ടതുമാണ്. ഇങ്ങനെ 2 പ്രവർത്തനങ്ങളിൽ കൂടെ 2 വർഷങ്ങളിലായിട്ട് മിനിമം 240 മണിക്കൂറാണ് ഓരോ വിദ്യാർത്ഥികളും നാഷണൽ സർവീസ് സ്കീമിൽ പ്രവർത്തിക്കേണ്ട സമയം. അതുപോലെ തന്നെ 2 വർഷം നാഷണൽ സർവീസ് സ്കീം പൂർത്തിയാക്കുന്ന കുട്ടികൾക്ക് 2% ഗ്രേസ് മാർക്ക് ലഭിക്കുന്നതും ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുമ്പോൾ 15 മാർക്ക് അവർക്ക് വെയിറ്റേജ് ലഭിക്കുന്നതുമാണ്. ശങ്കര കോളേജിൽ പ്രവർത്തിക്കുന്ന നാഷണൽ സർവീസ് സ്കീമിൽ പ്രവർത്തിക്കുന്ന കുട്ടികൾക്ക് ദേശീയ തലത്തിലും പങ്കെടുക്കാനുള്ള അവസരങ്ങൾ ലഭിക്കാറുണ്ട്. RD ക്യാമ്പ് പോലെയും അഡ്വഞ്ചർ ക്യാമ്പ് പോലെയുമുള്ള ദേശീയ ക്യാമ്പുകളിലേക്ക് അനവധി വിദ്യാർത്ഥികൾക്ക് നമ്മുടെ കോളേജിൽ നിന്നും പ്രവേശനം ലഭിച്ചിട്ടുണ്ട്. ഈ കലാലയത്തിൽ നാഷണൽ സർവീസ് സ്കീമിന് 2 യൂണിറ്റുകളാണുള്ളത്. ഇതിലൂടെ സന്നദ്ധതാ മനോഭാവമുള്ള 100 വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നേടാൻ സാധിക്കും. പുതുതലമുറയ്ക്ക് മാതൃകയാകുന്ന ഒട്ടേറെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ നമ്മുടെ NSS യൂണിറ്റിന് ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിലൂടെ സാധിച്ചിട്ടുണ്ട്. പരിസ്ഥിതി സംരക്ഷണം, ശുചീകരണ പ്രവർത്തനങ്ങൾ, സാക്ഷരതാ പ്രവർത്തനങ്ങൾ തുടങ്ങിയവ അവയിൽ ചിലതാണ്. പഠനത്തോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങളിലും നിങ്ങളെല്ലാവരും പങ്കാളികളാകുക. RD ക്യാമ്പ്, അഡ്വഞ്ചർ ക്യാമ്പ് തുടങ്ങിയ ക്യാമ്പുകളിൽ പങ്കെടുക്കാനുള്ള അവസരവും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പഠനത്തോടൊപ്പം ഇത്തരത്തിലുള്ള പാഠ്യേതര പ്രവർത്തനങ്ങളിലും എല്ലാവരും പങ്കാളികളാവുക. എല്ലാ നവാഗതരെയും ഒരിക്കൽ കൂടി ശ്രീ ശങ്കര കോളേജ് NSS യൂണിറ്റിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. നന്ദി ടീച്ചേഴ്സ്. വിദ്യാർത്ഥികളിൽ നേതൃപാടവം, കായികക്ഷമത, സാഹസികത, ദേശസ്നേഹം എന്നിവ വളർത്തിയെടുക്കുന്നതിനും അതിലുപരിയായി രാജ്യത്തിൻ്റെ പ്രതിരോധ സേനയുടെ ഭാഗമാക്കാൻ തയ്യാറാക്കുന്നതിനും
നാഷണൽ കേഡറ്റ് കോ അഥവാ NCC നമ്മളുടെ കലാലയത്തിൽ സജീവമായി പ്രവർത്തിച്ചു പോരുന്നു. NCC ഓഫീസർ ലഫ്റ്റനന്റ് രാജ ടീച്ചർ നിങ്ങളോട് സംസാരിക്കുന്നു. എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്കും നമസ്കാരം. NCCയെ കുറിച്ച് പറയുവാനാണെങ്കിൽ യൂണിറ്റി ആൻഡ് ഡിസിപ്ലിൻ എന്ന ആപ്തവാക്യവുമായി 1948 ജൂലൈ 15 ഡൽഹി ആസ്ഥാനമായി ഇന്ത്യൻ സൈന്യത്തിൻ്റെ സഹായനിരയായി പ്രവർത്തിക്കുന്ന മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിലുള്ള സംഘടനകളിൽ ഒന്നാണ്. ആർമി, നേവി, എയർഫോഴ്സ് എന്നീ 3 വിങ്ങുകളിലായി NCC പ്രവർത്തിക്കുന്നത്. സ്കൂളുകൾ, കോളേജുകൾ, സർവകലാശാലകൾ, പോളിടെക്നിക്കുകൾ എന്നീ സ്ഥാപനങ്ങളിൽ നിന്നും സ്വയം സന്നദ്ധരായി വരുന്ന യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്കാണ് അവസരം ലഭിക്കുന്നത്. വിദ്യാർത്ഥികളിൽ മനോധൈര്യം, നേതൃത്വ പാടവം, മതേതരത്വ മനോഭാവം, സഹവർത്തിത്വം, സാഹസിക കായിക മനോഭാവം എന്നിവ വളർത്തി രാജ്യത്തിന് ഉപകരിക്കുന്ന ഒരു നല്ല പൗരനാക്കി മാറ്റുക എന്നതാണ് NCCയുടെ പ്രധാന ലക്ഷ്യം. 22 കേരള ബറ്റാലിയൻ്റെ ആർമി വിങ്ങിലാണ് ശ്രീ ശങ്കര കോളേജ് NCC യൂണിറ്റ് ഉൾപ്പെടുന്നത്. ശ്രീ ശങ്കര കോളേജിൽ റെഗുലർ ക്ലാസ്സുകളെ ബാധിക്കാത്ത തരത്തിലുള്ള അടിസ്ഥാന സൈനിക ക്ലാസ്സുകൾ, ലഘു ആയുധ പരിശീലനം, പരേഡുകൾ എന്നീ ചിട്ടയായ ക്ലാസ്സുകളാണ് NCCയുടെ ഭാഗമായി നൽകി വരുന്നത്. ഡിസിപ്ലിനോടുകൂടിയുള്ള ഏതൊരു കേഡറ്റിനും 3 വർഷം കൊണ്ട് NCCയിൽ C സർട്ടിഫിക്കറ്റ് യോഗ്യത നേടാവുന്നതാണ്. ഈ C സർട്ടിഫിക്കറ്റ് ഭാവിയിൽ ആംഡ് ഫോഴ്സസ്, പോലീസ്, ഫോറസ്റ്റ്, എക്സൈസ് എന്നീ ഉദ്യോഗങ്ങളിലേക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. കാലങ്ങളായി ദേശീയ തലത്തിലും വിവിധ സംസ്ഥാനങ്ങളുമായി നടക്കുന്ന മത്സരങ്ങളിലും ക്യാമ്പുകളിലും ശ്രീ ശങ്കര കോളേജിൽ നിന്നും വലിയൊരു പാർട്ടിസിപ്പേഷൻ നടന്നു വരുന്നു. പോയ വർഷങ്ങളിൽ ഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ഡേ പരേഡുകളും തൽസൈനിക് ക്യാമ്പുകളിലും തിളങ്ങുന്ന നേട്ടം കൈവരിച്ച കേഡറ്റുകളുടെ എണ്ണം ഒരുപാടാണ്. കൂടാതെ 2015 റിപ്പബ്ലിക് ഡേ പരേഡിൽ ശ്രീ ശങ്കര കോളേജ് വിദ്യാർത്ഥിനിയായിരുന്ന ശ്രീപ്രിയ TP ഫസ്റ്റ് ലേഡി ഓൾ ഇന്ത്യ ഗാർഡ് കമാൻഡർ എന്ന പദവി അലങ്കരിച്ചത് എന്ന ചരിത്രം കുറിച്ചത് ശ്രീ ശങ്കര കോളേജിൻ്റെ അഭിമാന നിമിഷങ്ങളിലൊന്നാണ്. കഴിഞ്ഞ വർഷം ശ്രീ ശങ്കര കോളേജിലെ ബോട്ടണി വിദ്യാർത്ഥിയായിരുന്ന അജയ് രമേശിന് AMC ആർമിയിൽ ആംഡ് മെഡിക്കൽ കോർ എന്ന വിഭാഗത്തിൽ സെലക്ഷൻ കിട്ടിയതും ശ്രീ ശങ്കര കോളേജിനെ സംബന്ധിച്ച് വലിയൊരു നേട്ടമാണ്. ശ്രീ ശങ്കര കോളേജും NCC യൂണിറ്റും പ്രിയ വിദ്യാർത്ഥികൾക്ക് അവസരങ്ങളുടെ, അനുഭവങ്ങളുടെ ഒരു വാതായനം തുറന്നിടുകയാണ്. എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. നന്ദി ടീച്ചർ. മിടുക്കരും യോഗ്യരുമായ വിദ്യാർത്ഥികൾക്ക് പഠന ആവശ്യങ്ങൾക്കായി നിലവിലുള്ള വിവിധ തരം സ്കോളർഷിപ്പുകളെക്കുറിച്ച് നിങ്ങളെ അവബോധരാക്കാൻ ജസീത്ത ടീച്ചർ എത്തുന്നു. നമസ്കാരം. കേരളത്തിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ പഠിക്കുന്ന ഡിഗ്രി PG വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്ന ധാരാളം സ്കോളർഷിപ്പുകളുണ്ട്. ഇത്തരം സ്കോളർഷിപ്പുകളെക്കുറിച്ച് വളരെ ചുരുക്കത്തിൽ ഒന്ന് പറയുകയാണ്. ഓരോ സ്കോളർഷിപ്പുകളുടെയും എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഓരോ തരത്തിലാണ്. 1-ാം വർഷ വിദ്യാർത്ഥികൾക്ക് ഇത്തരം സ്കോളർഷിപ്പുകൾക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. 2-3 വർഷങ്ങളിൽ ഇവ പുതുക്കാവുന്നതാണ്. സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ്, പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് ഫോർ മൈനോറിറ്റീസ്, പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് ഫോർ സ്റ്റുഡൻസ് വിത്ത് ഡിസബിലിറ്റീസ്, CH മുഹമ്മദ് കോയ സ്കോളർഷിപ്പ്, സുവർണ ജൂബിലി സ്കോളർഷിപ്പ്, സ്നേഹപൂർവം സ്കോളർഷിപ്പ്, ഡിസ്ട്രിക്ട് മെറിറ്റ് സ്കോളർഷിപ്പ്, സ്റ്റേറ്റ് മെറിറ്റ് സ്കോളർഷിപ്പ്, പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ്, ഹിന്ദി സ്കോളർഷിപ്പ്, സാൻസ്ക്രിറ്റ് സ്കോളർഷിപ്പ്, ഇൻസ്പയർ സ്കോളർഷിപ്പ് തുടങ്ങിയവയൊക്കെ ചില പ്രധാനപ്പെട്ട സ്കോളർഷിപ്പുകളാണ്. ഇത്തരം സ്കോളർഷിപ്പുകളെക്കുറിച്ച് നമുക്ക് വിശദമായ വിവരങ്ങൾ ലഭിക്കുന്നത് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ, അതുപോലെ DCE ഡയറക്ടറേറ്റ് ഓഫ് കോളേജിയേറ്റ് എഡ്യൂക്കേഷൻ തുടങ്ങിയ വെബ്സൈറ്റുകളിൽ നിന്നാണ്. ഓരോ സ്കോളർഷിപ്പുകൾക്കും വേണ്ടി അപേക്ഷിക്കേണ്ട രീതി, വിശദമായ വിവരങ്ങൾ, അതുപോലെ അവസാന തീയതിയൊക്കെ ഇത്തരം വെബ്സൈറ്റുകളിൽ നിന്നും ലഭ്യമാണ്. ഓരോ സ്കോളർഷിപ്പുകൾക്കും വേണ്ടിയുള്ള അപേക്ഷകൾ ക്ഷണിക്കുമ്പോൾ തന്നെ കുട്ടികൾ സന്ദർശിക്കേണ്ട വെബ്സൈറ്റ്, വിശദമായ വിവരങ്ങൾ, കൂടെ തന്നെ അവസാന തീയതിയും
ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾ വഴി നമ്മൾ കുട്ടികളെ അറിയിക്കുന്നതാണ്. മിക്കവാറും എല്ലാ സ്കോളർഷിപ്പുകൾക്കും തന്നെ ഓൺലൈനായി അപേക്ഷകൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. കൂടെ പറഞ്ഞിട്ടുള്ള ചില രേഖകൾ, ഇൻകം സർട്ടിഫിക്കറ്റ്, മാർക്ക് ലിസ്റ്റ്, ബോണഫൈഡ് സ്റ്റുഡൻറ് സർട്ടിഫിക്കറ്റ്, ഇത്തരത്തിലുള്ള അനുബന്ധ രേഖകൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം ഓൺലൈനായി സബ്മിറ്റ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോമിൻ്റെയും അതുപോലെ അനുബന്ധ രേഖകൾ, മാർക്ക് ലിസ്റ്റിൻ്റെ ആയാലും അതുപോലെ ഇൻകം സർട്ടിഫിക്കറ്റിൻ്റെ ഒക്കെ അറ്റസ്റ്റഡ് ഹാർഡ് കോപ്പീസ് കോളേജിൽ ഏൽപ്പിക്കേണ്ടതാണ്. വെരിഫിക്കേഷന് വേണ്ടി കോളേജിൽ കുട്ടികൾ ഏൽപ്പിക്കേണ്ടതാണ്. കോളേജിൽ ഏൽപ്പിക്കേണ്ടതായിട്ടുള്ള അവസാന തീയതി നമ്മൾ കുട്ടികളെ അറിയിക്കുന്നതാണ്. ശ്രീശങ്കര കോളേജിലെ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകളുടെ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തവണയും ധാരാളം വിദ്യാർത്ഥികൾ സ്കോളർഷിപ്പുകൾക്ക് വേണ്ടി അപേക്ഷിക്കുമെന്ന് തന്നെ കരുതുന്നു. നമ്മുടെ കോളേജിലെ ധാരാളം വിദ്യാർത്ഥികൾക്ക് ഇത്തവണയും സ്കോളർഷിപ്പുകൾ ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ബെസ്റ്റ് വിഷസ്. താങ്ക് യു. നന്ദി ടീച്ചർ. പഠന മികവിനൊപ്പം കലാപരമായ കഴിവുകളുടെ പരിപോഷണവും ഒരു വിദ്യാർത്ഥിയുടെ വ്യക്തിത്വ വികസനത്തിന് അത്യന്താപേക്ഷിതമാണല്ലോ. ഈ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ കലാലയത്തിൽ ഒരു കൾച്ചറൽ ക്ലബ് പ്രവർത്തിച്ചു പോരുന്നു. ക്ലബിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സുവർണനി ടീച്ചർ നിങ്ങളോട് സംസാരിക്കുന്നു. നമസ്തേ. കലാലയ ജീവിതത്തിൻ്റെ പ്രസാദാത്മകമായ മുഖം നിലനിർത്തുന്നത് ആ വിദ്യാലയത്തിലെ കൾച്ചറൽ പ്രോഗ്രാമുകളാണ്. വിദ്യാർത്ഥികളുടെ സർവതോമുഖമായ വികാസത്തിന് ഈ കൾച്ചറൽ പ്രോഗ്രാമുകൾ അത്യന്താപേക്ഷിതമാണ് എന്ന ഉൾക്കാഴ്ചയിൽ ശ്രീശങ്കര കോളേജിലെ പ്രഗത്ഭരായ അധ്യാപകർ ഒരു ടാലൻറ്റ് ലാബ് രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. വ്യത്യസ്ത മേഖലകളിൽ കഴിവുകൾ തെളിയിച്ച അധ്യാപകരടങ്ങുന്ന ഒരു കൾച്ചറൽ കമ്മിറ്റിക്ക് രൂപം നൽകുകയും വിദ്യാർത്ഥികളിലെ കഴിവുകൾ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കുകയും അതിരുകളില്ലാത്ത ആകാശത്തിലേക്ക് പറന്നുയരാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു ഈ കൾച്ചറൽ കമ്മിറ്റി. ആർട്സ് ക്ലബ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള കോളേജ് യൂണിയൻ പരിപാടികൾ കൾച്ചറൽ കമ്മിറ്റി നിരീക്ഷിക്കുകയും അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി വരികയും ചെയ്യുന്നു. ഡാൻസ്, ഡ്രാമ, മ്യൂസിക്, ഫൈൻ ആർട്സ് മുതലായ മേഖലകളിൽ കഴിവുകളുള്ള വിദ്യാർത്ഥികളെ കണ്ടെത്തി അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാനുള്ള ഒരവസരം ഒരുക്കിക്കൊടുക്കുക എന്ന ബൃഹത്തായ ഒരു ദൗത്യമാണ് ആർട്സ് ക്ലബിനുള്ളത്. എല്ലാ വർഷവും ഈ കലാലയത്തിൽ നടത്തിവരുന്ന ആർട്സ് ഫെസ്റ്റിവലിൽ പങ്കെടുത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന വിദ്യാർത്ഥികളെ മഹാത്മാഗാന്ധി സർവകലാശാല യുവജനോത്സവത്തിൽ പങ്കെടുപ്പിക്കുകയും അഭിനന്ദാർഹമായ വിജയം കൈവരിക്കാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. യുവജനോത്സവത്തിന് പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ട്രെയിനേഴ്സിനെ എത്തിച്ചു കൊടുക്കുകയും സാമ്പത്തികമായി അവരെ സഹായിക്കുകയും ചെയ്യുന്നു കൾച്ചറൽ കമ്മിറ്റി. കോളേജ് യൂണിയൻ എല്ലാ വർഷവും ഈ കലാലയത്തിൽ ആർട്സ് ഡേ, കോളേജ് ഡേ, കേരളത്തിൻ്റെ തനതായ പാരമ്പര്യം വിളിച്ചോതുന്ന ഓണം, ക്രിസ്മസ്, സൂപ്പർ ഡാൻസർ, വോയിസ് ഓഫ് ശങ്കര മുതലായ കലാപരിപാടികൾ കലാലയ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരുടെ സാന്നിധ്യത്തിൽ സമംഗളം നടത്തിവരുന്നു. കലോത്സവ വേദികൾ വിദ്യാർത്ഥികൾക്കിടയിലെ സൗഹൃദങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിനും അവരുടെ കഴിവുകൾ വിശിഷ്ടരായ വ്യക്തികൾക്ക് മുൻപിൽ പ്രകടിപ്പിക്കുവാനുമുള്ള അവസരങ്ങളായി മാറുന്നു. കലോത്സവത്തിൽ വിജയികളാകുന്ന വിദ്യാർത്ഥികൾക്ക് യൂണിവേഴ്സിറ്റി പരീക്ഷകളിൽ ഗ്രേസ് മാർക്ക് ലഭിക്കുന്നതിനും സഹായകമാണ്. നാഷണൽ ലെവൽ യൂത്ത് ഫെസ്റ്റിവലിൽ സമ്മാനാർഹരാകുന്ന വിദ്യാർത്ഥികൾക്ക് 10% ഗ്രേസ് മാർക്കിന് അർഹത നേടുന്നു. തുടർച്ചയായി നടക്കുന്ന യുവജനോത്സവ വേദികളിൽ ശ്രീശങ്കര കോളേജിലെ വിദ്യാർത്ഥികൾ 1ഉം 2ഉം സ്ഥാനമടക്കം ധാരാളം സമ്മാനങ്ങൾ കരസ്ഥമാക്കുകയും യുവജനോത്സവ വേദികളിൽ തൻ്റേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കലാ അഭിരുചികളുള്ള വിദ്യാർത്ഥികൾ കൾച്ചറൽ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് കലാപരമായ കഴിവുകളെ വളർത്തിയെടുക്കുകയും തങ്ങളുടെ കലാജീവിതത്തിന് അതൊരു മുതൽക്കൂട്ടായി മാറ്റുകയും ചെയ്യണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാ വിദ്യാർത്ഥികളെയും ശ്രീശങ്കര കോളേജിൻ്റെ ഈ ഗ്രീൻ ക്യാമ്പസിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ടീച്ചർ. വിദ്യാഭ്യാസത്തോടൊപ്പം കായിക പരിശീലനത്തിനുള്ള പ്രാധാന്യം നമുക്കെല്ലാവർക്കും അറിവുള്ളതാണല്ലോ. കായിക മേഖലകളിൽ ശ്രീശങ്കര കോളേജിൻ്റെ യശസ് എന്നെന്നും വാനോളം ഉയർന്നിരിക്കുന്നു. കുട്ടികളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി നമ്മളുടെ കോളേജിൽ നടത്തപ്പെടുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും മറ്റു സൗകര്യങ്ങളെക്കുറിച്ചും ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ശ്രീ KP സുനിസാർ നമ്മളോട് സംസാരിക്കുന്നു. സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, പ്രിയ മാതാപിതാക്കളെ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്നെ കൂടാതെ ഒരു അധ്യാപകൻ കൂടിയുണ്ട്, ശ്രീ നവീൻ പോൾ.
കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ സഹായത്തോടുകൂടി 8 വർഷക്കാലമായി ഈ കലാലയത്തിൽ ജൂഡോയുടെ ഒരു സ്പോർട്സ് ഹോസ്റ്റൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ കോച്ച് ഇൻ്റർനാഷണൽ ജൂഡോ റഫറിയായ ശ്രീ JR രാജേഷാണ്. എന്തുകൊണ്ടും കഴിഞ്ഞ നിരവധി വർഷങ്ങളായി മികവുറ്റ പ്രവർത്തനമാണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് കാഴ്ചവെച്ചിട്ടുള്ളത്. അതോടൊപ്പം കഴിഞ്ഞ വർഷം ഈ കലാലയത്തിലെ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥി ശ്രീ അജിത് പി ജോയ് കിർഗിസ്ഥാനിൽ വെച്ച് നടന്ന ഏഷ്യൻ ആം റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ ബ്രോൺസ് മെഡൽ കരസ്ഥമാക്കി. തുടർച്ചയായി 8ാം വർഷവും MG സർവകലാശാല ജൂഡോ ചാമ്പ്യൻഷിപ്പിൽ ശ്രീശങ്കര കോളേജ് ജൂഡോ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കുകയുണ്ടായി. അതോടൊപ്പം MG സർവകലാശാല പുരുഷ വിഭാഗം ടേബിൾ ടെന്നീസിൽ നമ്മുടെ കോളേജ് 2ാം സ്ഥാനം കരസ്ഥമാക്കി. വനിതാ വിഭാഗം ഫുട്ബോൾ, കബഡി ടീമുകൾ MG സർവകലാശാല വനിതാ വിഭാഗം കബഡി ചാമ്പ്യൻഷിപ്പിലും ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിലും 3ാം സ്ഥാനം കരസ്ഥമാക്കി. ശ്രീ ശങ്കര കോളേജിലെ വനിതാ വിഭാഗം റെസ്ലിംഗ് ടീം MG സർവകലാശാല വനിതാ വിഭാഗം റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കി. അങ്ങനെ നമ്മുടെ കലാലയത്തിൽ നിന്നും 12 വിദ്യാർത്ഥികൾ MG സർവകലാശാലയെ പ്രതിനിധീകരിച്ച് ഓൾ ഇന്ത്യ ഇൻ്റർ യൂണിവേഴ്സിറ്റി മത്സരങ്ങളിൽ പങ്കെടുത്തു. ഈ കലാലയത്തിൽ UGC ധനസഹായത്തോടുകൂടി ഒരു ഇൻഡോർ സ്റ്റേഡിയം ഉണ്ട്. അതിൽ 4 ബാഡ്മിൻ്റൺ കോർട്ടുകളും അതോടൊപ്പം തന്നെ ജൂഡോ, റെസ്ലിംഗ്, കബഡി, ടേബിൾ ടെന്നീസ് എന്നീ ഗെയിമുകൾക്ക് പരിശീലനവും നൽകുന്നുണ്ട്. അതുകൂടാതെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഒരു ജിംനേഷ്യവും പ്രവർത്തിക്കുന്നുണ്ട്. ഔട്ട്ഡോറിലാണെങ്കിൽ ഫുട്ബോൾ കോർട്ട്, ക്രിക്കറ്റ് നെറ്റ്സ്, ബാസ്കറ്റ്ബോൾ കോർട്ട്, വോളിബോൾ കോർട്ട്, കൊക്കോ കോർട്ട് തുടങ്ങിയ പ്ലേ ഗ്രൗണ്ട്സുകൾ ഉണ്ട്. ഈ സൗകര്യങ്ങളെല്ലാം തന്നെ ഈ കലാലയത്തിലേക്ക് കടന്നു വന്ന എല്ലാ വിദ്യാർത്ഥികളും അത് ഉപയോഗിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ 25 വയസ്സിന് ശേഷം നമുക്ക് കാണാൻ സാധിക്കും ഭൂരിഭാഗം പേരും ജീവിതശൈലി രോഗങ്ങളായ പ്രഷർ, കൊളസ്ട്രോൾ, ഷുഗർ എന്നിവയ്ക്കെല്ലാം അടിമപ്പെടുന്നതായിട്ട്. ഇതിൽ നിന്നെല്ലാം ഒരു പരിഹാരം ആയിട്ടാണെങ്കിൽ കൂടി നമുക്ക് നമ്മുടെ ശാരീരിക വ്യായാമം നമ്മുടെ ദിനചര്യയായി മാറ്റുകയാണെങ്കിൽ നമുക്ക് ഇത്തരം അസുഖങ്ങളിൽ നിന്നെല്ലാം ഒരു പരിധിവരെ രക്ഷപ്രാപിക്കാൻ സാധിക്കും. അതുകൊണ്ട് എനിക്ക് ഓരോരുത്തരോടും പറയാനുള്ളത്, എല്ലാ വിദ്യാർത്ഥികളും പഠനത്തോടൊപ്പം ശാരീരിക വ്യായാമവും നിങ്ങളുടെ ദിനചര്യയായി മാറ്റണം. മാതാപിതാക്കൾ അതിനുവേണ്ടി പഠനം മാത്രം മതി എന്ന ചിന്താഗതിയിൽ നിന്ന് മാറി പഠനത്തോടൊപ്പം ശാരീരിക വ്യായാമം കൂടി ചെയ്യാൻ വിദ്യാർത്ഥികളെ പ്രേരിപ്പിക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഈ കലാലയത്തിൽ വെച്ച് നടത്തിയ ഡോക്ടർ KC ഗോപകുമാർ മെമ്മോറിയൽ ഓൾ കേരള ഇൻ്റർ കോളേജിയറ്റ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ നമ്മുടെ കോളേജ് ക്രിക്കറ്റ് ടീമാണ് ജേതാക്കളായത്. ഈ കാലഘട്ടത്തിൽ 25 വയസ്സ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പേർ അടിമപ്പെടുന്നത് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളായ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ എന്നിവയാണ്. ഇതിനെല്ലാം ഒറ്റ പരിഹാരമേ ഉള്ളൂ, ശാരീരിക വ്യായാമം നമ്മുടെ ജീവിത ദിനചര്യയാക്കി മാറ്റണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ട 3 കാര്യങ്ങളാണ് ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ്. അതിലെ ആദ്യത്തെ കാര്യമായ ഹെൽത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ബാക്കി രണ്ടും നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. എനിക്ക് ഈ കലാലയത്തിലേക്ക് കടന്നു വന്ന ഓരോ വിദ്യാർത്ഥികളോടും പറയാനുള്ളത്, സ്പോർട്സിൽ പങ്കെടുക്കുന്നതിലൂടെ അറ്റ്ലീസ്റ്റ് സംസ്ഥാന യൂണിവേഴ്സിറ്റി തലങ്ങളിലെല്ലാം ഒരു 3ാം സ്ഥാനം കരസ്ഥമാക്കുകയാണെങ്കിൽ കൂടി നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി തലത്തിൽ നടക്കുന്ന പരീക്ഷകളിൽ ഗ്രേസ് മാർക്ക് ലഭിക്കും. അതുകൂടാതെ കേരള സംസ്ഥാന PSC പരീക്ഷകളിൽ പാസ്സായി അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ ആ ലിസ്റ്റിൽ വന്ന് നമ്മളെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ചെല്ലുമ്പോൾ നമ്മുടെ ഈ മെറിറ്റ് സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ അതിനുകൂടെ നമ്മൾക്ക് ഗ്രേസ് മാർക്ക് ലഭിക്കും. ഇന്ന് PSC പരീക്ഷകളുടെ റാങ്ക് ലിസ്റ്റുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഭൂരിഭാഗം റാങ്ക് ലിസ്റ്റുകളിലെ മുൻപന്തിയിൽ കിടക്കുന്നത് കായിക മികവ് തെളിയിച്ച വിദ്യാർത്ഥികളാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിനാൽ ഈ കലാലയത്തിലേക്ക് കടന്നു വന്ന ഓരോ വിദ്യാർത്ഥികളും ഓരോ കായിക ഇനത്തിലെങ്കിലും പങ്കെടുത്ത് തങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ ഒരു ആരോഗ്യമുള്ള ഒരു യുവതലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കും. ഈ കലാലയത്തിലേക്ക് എത്തിച്ചേർന്ന ഓരോ വിദ്യാർത്ഥികൾക്കും സന്തോഷപ്രദവും ആരോഗ്യപ്രദവുമായ അധ്യയന വർഷം
ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നന്ദി സാർ. 2020-21 അക്കാദമിക വർഷത്തിൽ ശ്രീ ശങ്കര കോളേജിലേക്ക് ബിരുദ തലത്തിലുള്ള വിവിധ പ്രോഗ്രാമുകളിലായി പ്രവേശനം നേടിയ എല്ലാ വിദ്യാർത്ഥികളെയും ഔദ്യോഗികമായി സ്വാഗതം ചെയ്യുന്ന പരിപാടി പരിസമാപ്തിയിലേക്ക് എത്തുകയാണ്. നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി അഡ്മിഷൻ കമ്മിറ്റി കൺവീനർ കൂടിയായ എസ് ടീച്ചർ നിങ്ങളോട് സംസാരിക്കുന്നു. പ്രിയ വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മൾ ഈ ഇൻഡക്ഷൻ സെറിമണിയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ആദ്യമായി ശങ്കര കുടുംബത്തിലേക്ക് എത്തിയ പുതിയ കുട്ടികൾക്കും അവരുടെ രക്ഷകർത്താക്കൾക്കും സ്വാഗതം. പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഓൺലൈനും ഓഫ്ലൈനും ചേർന്ന വിഷമമേറിയ ഒരു അഡ്മിഷൻ കാലഘട്ടമാണ് കടന്നുപോയത്. അതുകൊണ്ട് തന്നെ ഈ ക്യാമ്പസ് ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത കുട്ടികൾ നമുക്കുണ്ട്. കണ്ണൂർ, കോഴിക്കോട്, പത്തനംതിട്ട എന്നിവിടങ്ങളിൽ നിന്ന് പോലും നമ്മുടെ കോളേജിൽ അഡ്മിഷൻ തേടി കുട്ടികൾ എത്തുന്നു എന്നുള്ളത് അഭിമാനാർഹമായ ഒരു കാര്യമാണ്. ലക്ഷദ്വീപിൽ നിന്നും ഇത്തവണ കുട്ടികൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. UG അഡ്മിഷൻ ഇനിയും തീരാനിരിക്കുന്നതേ ഉള്ളൂ. PG അഡ്മിഷൻ ആണെങ്കിൽ തുടങ്ങാൻ പോകുന്നു. എങ്കിലും യൂണിവേഴ്സിറ്റി നിർദ്ദേശപ്രകാരം നമ്മൾ ക്ലാസ്സുകൾ ആരംഭിച്ചു കഴിഞ്ഞു. കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, അനേകം കുട്ടികൾ ഇനിയും അഡ്മിഷന് വേണ്ടി പുറത്ത് വെയിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഈ കോളേജിനെയും കോഴ്സിനെയും നിങ്ങൾ ആത്മാർത്ഥമായി നെഞ്ചിലേറ്റണം. ഇവിടുത്തെ പാഠ്യേതര പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തണം. അതിന് താങ്ങും തണലുമായി ഞങ്ങൾ അധ്യാപകരും അനധ്യാപകരും മാനേജ്മെൻറ്റും നിങ്ങളോടൊപ്പമുണ്ട്. അധികം കാത്തിരിക്കാതെ തന്നെ ഈ ക്യാമ്പസിൽ ഒത്തുചേരാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ആശിക്കുന്നു. ഇവിടുത്തെ എല്ലാ നല്ല സാധ്യതകളും പ്രയോജനപ്പെടുത്തി നല്ലൊരു വ്യക്തിയായി ഓരോരുത്തരും മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. കോളേജിൻ്റെ ഏത് കാര്യത്തിലും മുന്നിൽ നിന്ന് നയിക്കുന്ന ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷ പദം അലങ്കരിക്കുകയും ചെയ്ത ആദരണീയനായ ശ്രീ K. ആനന്ദ് സാറിനോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. വളരെയേറെ തിരക്കിനിടയിൽ നിന്നും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നല്ലൊരു പ്രഭാഷണം നടത്തിയ IG വിജയൻ സാറിനോടുള്ള നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. നമ്മുടെ കോളേജിൽ നിന്നും പഠിച്ചിറങ്ങി എപ്പോഴും കോളേജിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുകയും എന്താവശ്യത്തിനും എത്തിച്ചേരുന്നവരുമായ ജസ്റ്റിസ് കുര്യൻ ജോസഫ് സർ, ശ്രീ ബെന്നി ബെഹനാൻ, ഡോക്ടർ ബഷി എന്നിവരോടുള്ള കോളേജിൻ്റെ കടപ്പാട് ഈ അവസരത്തിൽ അറിയിച്ചുകൊള്ളുന്നു. കോളേജിൻ്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറും ഈ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയും കൂടിയായ ജയശങ്കർ സാറിനോടുള്ള പ്രത്യേക നന്ദി അറിയിച്ചുകൊള്ളുന്നു. കൂടാതെ തങ്ങളുടെ ക്യാമ്പസ് അനുഭവങ്ങൾ പങ്കുവച്ച ജോ, സൂരജ്, ശബ്ന എന്നിവരോടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തട്ടെ. കോളേജിലെ വിവിധ പാഠ്യേതര പ്രവർത്തനങ്ങളെക്കുറിച്ച് അവബോധം നൽകിയ നമ്മുടെ അധ്യാപകരായ ഡോക്ടർ പ്രീതി, ഡോക്ടർ അനു, ശ്രീമതി മഞ്ജു, ലഫ്റ്റനൻറ്റ് രാജി, ഡോക്ടർ ജെസിത, ഡോക്ടർ സുവർണിനി, ശ്രീ KP സുനി എന്നിവരോടുള്ള നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായി പ്രവർത്തിച്ച ഈ കോളേജിലെ വിദ്യാർത്ഥികളായ ഗോകുൽ, ബാലകൃഷ്ണൻ, അഭയ് എന്നിവരോടുള്ള കടപ്പാടും ഞാൻ അറിയിച്ചുകൊള്ളട്ടെ. അഡ്മിഷൻ പ്രവർത്തനങ്ങൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നോടൊപ്പം നിന്ന് പ്രയത്നിക്കാൻ അഡ്മിഷൻ കമ്മിറ്റി അംഗങ്ങളായ മൈക്രോബയോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടർ S. മോഹൻ, സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗം അധ്യാപകനായ ശ്രീ പെന്നോ മാത്യു, ഹിന്ദി വിഭാഗം അധ്യാപികയായ ശ്രീമതി നിഷി, എക്കണോമിക്സ് വിഭാഗം അധ്യാപികയായ ഡോക്ടർ പ്രേമി P. തച്ചിൽ, സാൻസ്ക്രിറ്റ് വിഭാഗം അധ്യാപികയായ ഡോക്ടർ സുവർണിനി, കെമിസ്ട്രി വിഭാഗം അധ്യാപകനായ ഡോക്ടർ ഗിരീഷ്, കൊമേഴ്സ് വിഭാഗം അധ്യാപികയായ ശ്രീമതി അഭിഷ, ഓഫീസ് സൂപ്രണ്ട് ശ്രീ വൈദ്യനാഥൻ, പ്രിൻസിപ്പൽ ഓഫീസ് സ്റ്റാഫ് അംഗങ്ങളായ ശ്രീമതി ആശ, ശ്രീമതി വർഷ, ശ്രീ മുരളി, ശ്രീ അവിനാശ് എന്നിവരോടുള്ള നന്ദിയും സന്തോഷവും അറിയിക്കുന്നു. ഞങ്ങളുടെ നിർദ്ദേശമനുസരിച്ച് എല്ലാം ചെയ്യുകയും ഈ പ്രോഗ്രാമിൽ ആദ്യാവസാനം പങ്കെടുക്കുകയും ചെയ്ത എല്ലാ കുട്ടികളോടും അവരുടെ രക്ഷകർത്താക്കളോടുമുള്ള നന്ദിയും സന്തോഷവും അറിയിക്കട്ടെ. ഈ മീറ്റിംഗ് ഈ ഒരു രീതിയിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നടത്തുന്നതിന് വേണ്ടി യത്നിച്ച എക്കണോമിക്സ് വിഭാഗത്തിലെ അധ്യാപകനായ ശ്രീ പ്രസാദ്, ബിവോക് വിഭാഗത്തിൽ അധ്യാപകനായ ശ്രീ ജിത്തു ജോർജ്, IQAC കോർഡിനേറ്ററും ഇംഗ്ലീഷ് വിഭാഗം അധ്യാപികയുമായ ഡോക്ടർ പ്രീതി നായർ, കായിക വിഭാഗം മേധാവി ശ്രീ KP സുനി, ഫിസിക്സ് വിഭാഗം അധ്യാപിക ഡോക്ടർ മഞ്ജു, ഇംഗ്ലീഷ് വിഭാഗം അധ്യാപിക ശ്രീമതി കൈരളി, ശ്രീമതി ശ്രീജ, സംസ്കൃത വിഭാഗം അധ്യാപകൻ ഡോക്ടർ ഹരികൃഷ്ണ ശർമ്മ, ബിവോക് വിഭാഗം അധ്യാപകനായ ശ്രീ രവിശങ്കർ എന്നിവരോടുള്ള നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കട്ടെ.
ഈ മീറ്റിംഗ് വിജയപ്രദമാക്കാൻ ഇതിൻ്റെ മുന്നിലും പിന്നിലും നിന്ന് പ്രവർത്തിച്ച എല്ലാവരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അഡ്മിഷനുമായി ബന്ധപ്പെട്ട ടീച്ചറിൻ്റെയും അഡ്മിഷൻ കമ്മിറ്റിയിലെ മറ്റംഗങ്ങളുടെയും സേവനത്തിനും അതോടൊപ്പം തന്നെ ടീച്ചറിൻ്റെ നല്ല വാക്കുകൾക്കും നന്ദി. ഇൻഡക്ഷൻ പ്രോഗ്രാം ദേശീയ ഗാനത്തോടുകൂടി പൂർണ്ണമാവുകയാണ്. ഈ പരിപാടി ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച ഓരോരുത്തർക്കും നന്ദി. എല്ലാ വിദ്യാർത്ഥികൾക്കും നല്ലൊരു അക്കാദമിക കാലം ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസവും ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.